നബി, നമുക്ക് തുടങ്ങേ? Yes. സാറ് അഭിഷേക് സാർ കയറിയില്ലേ? സലാം കേറിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ, പ്രിയപ്പെട്ടവരെ, ഗുഡ് മോർണിംഗ്. നമ്മുടെ സിജി HQ ഹെഡ്ക്വാർട്ടേഴ്സ് സംഘടിപ്പിക്കുന്ന സൺഡേ കരിയർ എന്ന പ്രോഗ്രാമിലാണ് നമ്മൾ ഇപ്പോഴുള്ളത്. എല്ലാ ഞായറാഴ്ചയും രാവിലെ 9 മണി മുതൽ 10 മണി വരെ വിവിധ ടോപ്പിക്കുകളെ, കരിയറുമായി ബന്ധപ്പെട്ട വിവിധ ടോപ്പിക്കുകളെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ സെഷൻ സംഘടിപ്പിക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളുകളായി. ഇതില് കുട്ടികൾക്കുള്ള സംശയങ്ങൾ, രക്ഷിതാക്കൾക്കും കുട്ടികൾക്കുള്ള സംശയങ്ങൾ ദൂരീകരിക്കുക, അതോടൊപ്പം തന്നെ പുതിയ പുതിയ കരിയറുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശം. സെന്റർ ഫോർ ഇൻഫർമേഷൻ ഗൈഡൻസ് ഇന്ത്യ 30 വർഷത്തോളമായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കരിയർ ഗൈഡൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രത്യേക ഗ്രൂപ്പ് തന്നെയാണ്. ഇത് NGO ആണ്. അതോടൊപ്പം തന്നെ മറ്റ് സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്ങുകളൊക്കെ സിജി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ ദിവസം ഞായറാഴ്ച നമുക്ക് നിങ്ങളോട് സംവദിക്കാൻ കിട്ടിയിട്ടുള്ളത് അഭിഷേക് സാറിനെയാണ്. സാധാരണയായി കുട്ടികൾ കരിയറിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായും അന്വേഷിക്കുന്ന ഒരു ടോപ്പിക്കാണ് മറൈൻ എഞ്ചിനീയറിംഗ്, മർച്ചന്റ് നേവിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. പൊതുവെ കുട്ടികൾ അന്വേഷിക്കുന്ന ഒരു കോഴ്സ് ആണ്, പ്രത്യേകമായി അന്വേഷിക്കുന്ന കോഴ്സാണിത്. പല കുട്ടികളും കൃത്യമായ ഒരു അവബോധമില്ലാതെയാണ്, പ്രത്യേകിച്ച് അതിന്റെ അംഗീകാരമൊന്നും അന്വേഷിക്കാതെ ഇത്തരം കോഴ്സിന് ചേരുകയും അതിൽ ജോലിയൊന്നും കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവാറുണ്ട്. ഏതായിരുന്നാലും അത്തരം കാര്യങ്ങൾ പ്രത്യേകിച്ച് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ഇന്നത്തെ ഈ സെഷൻ വെച്ചിട്ടുള്ളത്. മർച്ചന്റ് നേവി, മറൈൻ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ സെഷൻ. ഇതിൽ പങ്കെടുക്കുന്ന രക്ഷിതാക്കളും കുട്ടികൾക്കും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ദൂരീകരിക്കാവുന്നതാണ്. നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ മേഖലയിൽ പഠിക്കുകയും ഈ മേഖലയിൽ കുറെ വർഷങ്ങളായി ജോലി ചെയ്യുകയും ചെയ്യുന്ന ആംഗ്ലോ ഈസ്റ്റേൺ മറൈൻ കമ്പനി ചെന്നൈയിൽ പഠിക്കുകയും ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ് പഠിക്കുകയും അവിടെ തന്നെ ചീഫ് ഓഫീസറായി ജോലി ചെയ്യുകയും ചെയ്യുന്ന അഭിഷേക് സാറിനെയാണ്. വളരെ തിരക്കുകളൊക്കെ ഉണ്ടായിട്ടും അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നമ്മളോടൊപ്പം സംവദിക്കാൻ ഈ ഞായറാഴ്ച ദിവസം വന്ന അഭിഷേക് സാറിനെ ഞാൻ സ്നേഹപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഈ കരിയർ സിജി നടത്തുന്ന സൺഡേ കരിയറിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് അഭിഷേക് സാറിനെ പ്രസന്റേഷൻ അവതരിപ്പിക്കാൻ വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. വെൽക്കം സർ. താങ്ക് യു സലാം സർ. ഇനീഷ്യലി നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മർച്ചന്റ് നേവി എങ്ങനെയാണ് മർച്ചന്റ് നേവിയിൽ ജോയിൻ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചാലഞ്ചസ് നമ്മൾ ഈ മർച്ചന്റ് നേവിയിൽ ജോയിൻ ചെയ്യുമ്പോൾ ഒരു സാധാരണ ആൾക്കാർക്ക് ഉണ്ടാവുക, പിന്നെ കറക്റ്റ് വേ എങ്ങനെയാണ്, അതിന്റെ കോച്ചിങ് എങ്ങനെ ചെയ്യണം എന്നൊക്കെയാണ്. ഫസ്റ്റ് തന്നെ നമുക്ക് എന്താണ് മർച്ചന്റ് നേവി എന്ന് പറയാം. മർച്ചന്റ് നേവി എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലോബൽ പ്രൊഫഷനാണ്. ഈ ഒരു കാർഗോ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, ഞാൻ ഓഡിബിൾ അല്ലേ? ആർക്കും ഒന്ന് ഹാൻഡ് റേസ് ചെയ്യാവോ? Yes, you are audible. ഓക്കെ, താങ്ക് യു. അപ്പം നമ്മുടെ എന്ത് കാർഗോ ടച്ച് ചെയ്താലും, ഇൻക്ലൂഡിങ് ഒരു പെന്ന്, വാച്ച്, എനിത്തിങ്, അതൊരു സീഫെയർ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ക്യാരി ചെയ്തതായിരിക്കും. അപ്പം ഈ ഒരു പ്രൊഫഷൻ ബേസിക്കലി കാർഗോ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഷിപ്സിനെ റൺ ചെയ്യുന്ന ആൾക്കാരാണ് മെർച്ചന്റ് നേവി ഓഫീസേഴ്സ്. അപ്പം ഇവര് ബാക്കിയുള്ള ആൾക്കാരിൽ നിന്ന് എങ്ങനെ ഡിഫറെന്റ് ആവുന്നു എന്നുള്ളതാണ് അടുത്തൊരു കാര്യം. മെർച്ചന്റ് നേവി ഓഫീസേഴ്സ് ബാക്കിയുള്ള ആൾക്കാരിൽ നിന്ന് ഡിഫറെന്റ് ആവുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ അവരുടെ ടാക്സ് ഫ്രീ സ്റ്റാറ്റസ് ആണ്. ദേ ആർ നോട്ട് പേയിങ് എനി ടാക്സ് ഇൻ ഇന്ത്യ ഇഫ് ദേ ആർ സ്റ്റേയിങ് മോർ ദാൻ 183 days ഇൻ ഇന്ത്യ. അതുപോലെ തന്നെ ഇവരുടെ ഒരു പ്രത്യേക മർച്ചന്റ് നേവിയുടെ ഇതെന്ന് വെച്ചാൽ വർക്ക് ലൈഫ് ബാലൻസ് ആണ്. ഇപ്പം നമുക്ക് നമ്മുടെ ലീവ് ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനിപ്പോ ഒരു 6 months സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് അടുത്ത നെക്സ്റ്റ് ഓഫ് അവൈലബിലിറ്റി ഞാൻ ജോയിൻ ചെയ്യുന്നത് ഒരു 4 months കഴിഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞാൽ അത് കഴിയും. ഇനിയിപ്പോ എനിക്ക് വേറെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു 6 months കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു വർക്ക് ലൈഫ് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്.
പിന്നെ ഇതിനൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ ഹൈ സാലറി പാക്കേജാണ്. പക്ഷെ ഇപ്പം വരുന്ന പല കുട്ടികളും ജസ്റ്റ് സാലറി കണ്ടുകൊണ്ട് മാത്രമാണ് ഷിപ്പിംഗിൽ ജോയിൻ ചെയ്യുന്നത്. അവർ ആ ഡിഫിക്കൽട്ടീസ് മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ റീസെന്റ് ഇപ്പൊ കുറെ കുട്ടികൾ ജോയിൻ ചെയ്തിട്ട് ദേ ആർ അൺഎബിൾ ടു കംപ്ലീറ്റ് ദ ട്രെയിനിങ്. അപ്പം ഈ ഒരു ചാലഞ്ചസും കറക്റ്റ് ആയിട്ടില്ല. ഇപ്പം കൂടുതൽ ആൾക്കാരും മർച്ചന്റ് നേവി റീൽസ് ഒക്കെ കണ്ടിട്ടാണ് ഷിപ്പിലേക്ക് ജോയിൻ ചെയ്യുന്നത്. അപ്പൊ ആ റിയൽ സിറ്റുവേഷൻ എന്താണെന്ന് നിങ്ങളെയൊക്കെ ഒന്ന് ബ്രീഫ് ചെയ്യാനാണ് ഞാൻ ഈ സെഷൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ബേസിക്കലി ഒരു കാൻഡിഡേറ്റ് മർച്ചന്റ് നേവിയിൽ എങ്ങനെ ജോയിൻ ചെയ്യാം എന്നതാണ് നമ്മൾ ആദ്യം ഇനീഷ്യലി സംസാരിക്കുന്നത്. ഒരു കാൻഡിഡേറ്റ് മർച്ചന്റ് നേവിയിൽ ജോയിൻ ചെയ്യുന്നതിന് ആദ്യം അവരുടെ കയ്യിൽ മിനിമം 12th സ്റ്റാൻഡേർഡ് ആണ്. ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് DNS BSc എന്ന് പറഞ്ഞൊരു കോഴ്സാണ്. DNS എന്ന് വെച്ചാൽ ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ് എന്നാണ്. BSc എന്ന് വെച്ചാൽ ബാച്ചിലർ ഓഫ് നോട്ടിക്കൽ സയൻസ്. അപ്പം ഈ DNS പ്രോഗ്രാമിലേക്ക് ഒരു കുട്ടി ജോയിൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് ആ കുട്ടിക്ക് മിനിമം ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എന്ന് പറയുന്ന ഈ സബ്ജക്റ്റുകളിൽ 70% ആണ് ഐഡിയൽ പറയുന്നത്. പക്ഷെ DG ഷിപ്പിംഗ്, ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗിന്റെ റിക്വയർമെന്റ് പ്രകാരം ജസ്റ്റ് 60% മതി. അപ്പം ഈ 60% ഉള്ള ഏതൊരു കുട്ടിയും PCM-ൽ 60% ഉള്ള ഒരു കുട്ടി എലിജിബിൾ ആയിരിക്കും മർച്ചന്റ് നേവിയിൽ ജോയിൻ ചെയ്യാൻ. പക്ഷേ അവർക്കുണ്ടാവുന്ന വേറൊരു ചാലഞ്ച് എന്ന് വെച്ചാൽ ഇപ്പോൾ 2009 ഇന്ത്യൻ മെരിടൈം യൂണിവേഴ്സിറ്റിന്റെ കോമൺ എൻട്രൻസ് ടെസ്റ്റ് നിന്ന് IMU CET പുതിയതായിട്ട് ഇന്ത്യൻ മെരിടൈം യൂണിവേഴ്സിറ്റി ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ആവുകയും അപ്പം IMU CET എന്ന് പറയുന്ന ഒരു കോമൺ എൻട്രൻസ് ടെസ്റ്റ് ഉണ്ടാവുകയും ചെയ്തു. അപ്പൊ ഇതിന്റെ ഒരു ചാലഞ്ചസ് എന്ന് വെച്ചാൽ ഇന്ത്യയിൽ എവിടെയും ഒരു കുട്ടിക്ക് DNS BSc തുടങ്ങിയ കോഴ്സിൽ മർച്ചന്റ് നേവി റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ അവർക്ക് എന്ത് വേണം? ഇത് IMU CET ക്വാളിഫൈ ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ IMU CET ക്വാളിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു നീറ്റ് GE നീറ്റ് എക്സാം, അതും ഒരു എഞ്ചിനീയറിംഗ് എൻട്രൻസ് അതുപോലത്തെ ഒരു ഡിഫിക്കൽട്ടി ലെവലിലേക്കാണ് ഇപ്പൊ പോകുന്നത്. ബിക്കോസ് ലാസ്റ്റ് ഇയർ 1 lakh പ്ലസ് സ്റ്റുഡൻസ് എക്സാം ചെയ്തിട്ട് ഓൺലി 22,000 സംതിങ് ആണ് അബൌട്ട് ടു ക്വാളിഫൈ. അപ്പോൾ ഇതിന്റെ ഇന്റൻസിറ്റി ഈ ഫീൽഡിനെ കുറിച്ച് കൂടുതൽ ആൾക്കാർ അറിയുന്നതോറും ഇത് എക്സാമിനോടുള്ള ടഫ്നെസ് ലെവലും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു ഇന്ത്യൻ മെരിടൈം യൂണിവേഴ്സിറ്റിന്റെ കോമൺ എൻട്രൻസ് ടെസ്റ്റ്, പിന്നെ ഫിസിക്സ് കെമിസ്ട്രി മാത്സിൽ മിനിമം 60% ഉള്ള ഏതൊരു കുട്ടിയും ഏജ് ലിമിറ്റ് 23-24, ഈ 24 ഇയേഴ്സ് കഴിയാതെ ഏതൊരു കുട്ടിയും എലിജിബിൾ ആണ് മർച്ചന്റ് നേവിക്ക് ജോയിൻ ചെയ്യാൻ. ഇതാണ് ഇവരുടെ ബേസിക് ക്വാളിഫിക്കേഷൻ. പക്ഷെ മർച്ചന്റ് നേവിയിൽ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള കോളേജസിൽ പോലെ ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് കോളേജ് നമ്മൾ പോയി പഠിക്കണം. അവിടെ പഠിച്ച് നമ്മൾ ഇറങ്ങുന്ന സമയം അവിടെ കമ്പനീസ് വന്ന് നമ്മളെ സെലക്ട് ചെയ്യുന്ന നമ്മുടെ പ്ലേസ്ഡ് ആവും. ആ ഒരു ട്രെൻഡിന് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് IMU CET-യും മർച്ചന്റ് നേവി റിലേറ്റഡ് കോഴ്സസും. നമ്മൾ ഏതൊരു മർച്ചന്റ് നേവി കോഴ്സ് സെലക്ട് ചെയ്യുന്നതിന് മുമ്പേ ഫസ്റ്റ് നമ്മുടെ ഒരു കമ്പനി ആയിട്ട് ഒരു സ്പോൺസർഷിപ്പ് എന്ന് പറഞ്ഞ ഒരു മീൻസ് സ്പോൺസർഷിപ്പ് ട്രെയിനിങ് അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് നിങ്ങൾക്ക് ഒരു കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഒരു കമ്പനിയുടെ സ്പോൺസർഷിപ്പ് നമുക്ക് എങ്ങനെ ലഭിക്കാം? കമ്പനിയുടെ സ്പോൺസർഷിപ്പ് നമുക്ക് കിട്ടണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ അവരുടെ കമ്പനിയുടെ ഓൺലൈൻ ടെസ്റ്റ്, അവരുടെ ഇന്റർവ്യൂ, പിന്നെ IMU CET റാങ്ക്സ്, ഇതൊക്കെ വെച്ചിട്ടാണ് ഒരു കമ്പനി ഫൈനലി ഒരു കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പം ആദ്യത്തെ ഒരു ഡിഫിക്കൽട്ട് ഫേസ് ഒരു കമ്പനിയുടെ സ്പോൺസർഷിപ്പ് കിട്ടുകയാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സെക്കൻഡ് ഫേസ് ആണ് IMU CET. സോ കമ്പനി സ്പോൺസർഷിപ്പിന് എന്തൊക്കെ ചെയ്യും? സോ ദേ വിൽ ടെസ്റ്റ് യു എവറിത്തിങ് ഇൻക്ലൂഡിങ് യുവർ മെഡിക്കൽ, എവറിത്തിങ്. അത് നോർമലി നിങ്ങളൊരു മർച്ചന്റ് നേവി കോളേജിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് അവർ തരാൻ പോകുന്നത് ഒരു ജോബാണ്. അപ്പൊ ദേ വിൽ ലിറ്ററലി ഗിവ് യു ആൻ ഓഫർ ലെറ്റർ. ഒരു ഓഫർ ലെറ്റർ തരുകയാണ് ചെയ്യുക. അപ്പം അത് വെച്ച് നിങ്ങൾക്ക് പഠിക്കാം. പഠിച്ചിറങ്ങി കഴിയുമ്പം അവരുടെ കമ്പനി ഷിപ്സിൽ തന്നെ നിങ്ങളെ പ്ലേസ്ഡ് ആവും. സോ ബേസിക്കലി ഇപ്പൊ എൻ്റെ ഒരു ജേർണി ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ എൻ്റെ 12th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയം തന്നെ, ആ 12th സ്റ്റാൻഡേർഡിലെ ഇയറിൽ തന്നെ 2013 ആ ടൈം തന്നെ ഞാൻ എന്ത് ചെയ്ത്, ഓൾറെഡി ആംഗ്ലോ ഈസ്റ്റേൺ എന്ന് പറഞ്ഞ കമ്പനിയെ കുറിച്ച് എനിക്ക് അറിയായിരുന്നു. അപ്പൊ ഈ കമ്പനിയെ കുറിച്ച് ഞാൻ എങ്ങനെ അറിഞ്ഞെന്ന് വെച്ചാൽ, എൻ്റെ ഒരു ഫാമിലി മെമ്പർ ഓൾറെഡി മർച്ചന്റ് നേവിയിൽ ഉണ്ടായിരുന്നു. അപ്പം അവരെ കുറിച്ച് കുറച്ച് ഐഡിയ എനിക്ക് കിട്ടി. അവരും കൂടുതലും പറഞ്ഞു. പക്ഷെ ജസ്റ്റ് ഈ കമ്പനിയുടെ പേര് കിട്ടിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇതായി ഹെൽപ്ഫുൾ ആയി.
പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് അത്രമാത്രം ആക്സസ് ഉണ്ട്, അന്ന് അത്ര ഉണ്ടായിരുന്നില്ല. അപ്പൊ 2014 ഞാൻ എന്റെ 12th സ്റ്റാൻഡേർഡ് എക്സാം കഴിഞ്ഞ ടൈം ഇമീഡിയറ്റ്ലി ഞാൻ ഈ ആംഗ്ലോ ഈസ്റ്റിന്റെ സ്പോൺസർഷിപ്പിന് വേണ്ടി അപ്ലൈ ചെയ്തു. അപ്പൊ ഏതൊരു കമ്പനീന്റെ ആയാലും പ്രൊസീജിയർ സെയിം. ഒരാൾ ഇപ്പം വേറൊരു കമ്പനി സെലക്ട് ചെയ്യുകയാണെങ്കിൽ സെയിം, ദേ വിൽ ഓൾസോ അപ്ലൈ ഫോർ ദ സ്പോൺസർഷിപ്പ് എക്സാംസ്. അപ്പൊ ഈ സ്പോൺസർഷിപ്പ് എക്സാംസിന് അപ്ലൈ ചെയ്യുമ്പോൾ ദേ വിൽ കോൾ യു ഫോർ എൻ ഇന്റർവ്യൂ, സോറി ഓൺലൈൻ എക്സാം. അപ്പൊ ഞാൻ എന്റെ ഓൺലൈൻ എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ കൊച്ചിയിലായിരുന്നു പോയത്. അപ്പം ഓൺലൈൻ എക്സാം കൊച്ചിയിൽ പോയി. അവിടുന്ന് ആഫ്റ്റർ ക്ലിയറിംഗ് ദ ഓൺലൈൻ എക്സാം അവിടുന്ന് തന്നെ ഒരു ഇന്റർവ്യൂ, ഒരു സ്മോൾ ടൈപ്പ് ഇന്റർവ്യൂ അവിടുന്ന് കണ്ടക്ട് ചെയ്തു. ആ ഇന്റർവ്യൂ സെലക്ട് ആയതിനു ശേഷം ദേ ആസ്ക് മീ ടു ഗോ ടു മുംബൈ. അപ്പൊ മുംബൈയിൽ പോയപ്പം അവിടെ എനിക്കന്ന് 2 റൗണ്ട് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അത് അന്നത്തെ മാസ്റ്റർ മെറീനേഴ്സ് ആയിരുന്നു എടുത്തത്, മുംബൈ ഓഫീസ്, മുംബൈ ആംഗ്ലോ ഈസ്റ്റേൺ ഓഫീസ് അവിടെ വരുന്നത് ലീല ബിസിനസ് പാർക്കിലാണ്. അപ്പം അവിടുന്ന് ആ ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം, ദാറ്റ് ഇന്റർവ്യൂ വാസ് ക്വൈറ്റ് ടഫ്, ഇറ്റ് ടുക്ക് ഓൾമോസ്റ്റ് 1 hour. അതിനുശേഷം പിന്നെ വെരി നെക്സ്റ്റ് ഡേ ഐ വെന്റ് ഫോർ മൈ മെഡിക്കൽസ്. അത് ആദ്യത്തെ ഇനീഷ്യൽ മെഡിക്കൽസ് വളരെ സ്ട്രിക്റ്റും ടോട്ടലി നിങ്ങളെ ഫുള്ളും ഇൻക്ലൂഡിങ് എവറിഥിങ് ദേ വിൽ ചെക്ക്. അതിനുശേഷം ദ വെരി നെക്സ്റ്റ് ഡേ ഞാൻ നാട്ടിലേക്ക് വന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ IMUCT അപ്ലൈ ചെയ്യുന്നത്. എക്സാം ജൂണിലായിരുന്നു. അപ്പോൾ ജൂണിൽ ഞാൻ എക്സാം എഴുതി, ജൂലൈ ആകുമ്പോഴേക്കാണ് ഞാൻ റിസൾട്ട് വന്നു. അപ്പൊ ഈ ഫൈനൽ ക്വാളിഫിക്കേഷൻ IMUCT ക്വാളിഫൈ ചെയ്ത ഈ 10+2 PCM എന്റെ മോർ ദാൻ 70% ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബാക്കിയുള്ള ആംഗ്ലോ ഈസ്റ്റേണിന്റെ ക്രൈറ്റീരിയ ഒക്കെ സാറ്റിസ്ഫൈ ചെയ്ത്, അത് ബേസ്ഡ് ആണ് നമ്മുടെ ഫൈനൽ സെലക്ഷൻ കൺഫേം ആയത്. അതുകൊണ്ട് തന്നെ ഈ IMUCT എപ്പോഴാണ് ഇമ്പോർട്ടന്റ് ആവുന്നത്? ഒരു കാൻഡിഡേറ്റിന് ഇപ്പൊ ഒരു കമ്പനിയുടെ സ്പോൺസർഷിപ്പ് കിട്ടി, ബട്ട് സംഹൗ ഹി ഡിഡ്ന്റ് മാനേജ് ടു പാസ് ദ IMUCT എക്സാംസ്, അല്ലെങ്കിൽ ജസ്റ്റ് എലിജിബിൾ പോലും ആയില്ലെങ്കിൽ ദിസ് ഗൈ കനോട്ട് ജോയിൻ ഇൻ എനി കോളേജസ് ഇൻ ഇന്ത്യ. അപ്പൊ ആ ഒരു വർഷത്തെ ഒരു മീൻസ് ഒരു മെറിടൈം കോളേജിലും ഈ വ്യക്തിക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ എക്സാമിന്റെ ഇമ്പോർട്ടൻസ് ഭയങ്കര കൂടുതൽ. നമുക്ക് സെയിം ടൈം നമുക്ക് കമ്പനിയുടെ സ്പോൺസർഷിപ്പ് എക്സാംസ് ക്ലിയർ ചെയ്യുന്ന അതേ ടൈം തന്നെ നമുക്ക് ഈ ബേസിക്കലി ഇത് ജോയിൻ ചെയ്യേണ്ടത് വളരെ നിർബന്ധമായി മാറിയിരിക്കുകയാണ്. അപ്പം ഇതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരുപാട് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. കാരണം കുട്ടികൾക്ക് ഹെൽപ്പ് ചെയ്യാനും ഭയങ്കര ഡിഫിക്കൽട്ട് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇപ്പം നീറ്റ്, JEE ഇതുപോലുള്ള ഒരു എക്സാംസിന്റെ ഒരു ലെവലിലേക്കാണ് ഇപ്പൊ IMUCT പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ബേസിക്കലി ഈ ഒരു ജേർണി ഞാൻ പറയാം, 12th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു കുട്ടി 11th 12th ആകുമ്പോൾ തന്നെ ആ കുട്ടി കറക്റ്റായി പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 12th കഴിഞ്ഞിട്ട് ഒരു 1 year അഡീഷണൽ ട്രെയിനിങ് ചെയ്യാണ്ട് തന്നെ കുട്ടിക്ക് കറക്റ്റായിട്ട് മെർച്ചന്റ് നേവിയിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ മെർച്ചന്റ് നേവിയിൽ കറക്റ്റായി ജോയിൻ ചെയ്തില്ലെങ്കിൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്താണെന്ന് ഞാൻ പറയാം. എന്റെ ഒരു 2-3 ഫ്രണ്ട്സ് അവര് കൊച്ചിന്ന് മീൻസ് ഇങ്ങനെ സ്പോൺസർഷിപ്പ് ഒന്നും കിട്ടാതെ ഒരു കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങി. പക്ഷെങ്കിൽ അവർക്ക് എന്താണ് വെച്ചാൽ ആഫ്റ്റർ സ്റ്റഡിങ് ദേ ആർ നോട്ട് ഗെറ്റിംഗ് എനി ജോബ്സ് കിട്ടാണ്ടായപ്പോൾ അവര് ഡെസ്പറേറ്റ് ആയിട്ട് എങ്ങനെയെങ്കിലും ജോയിൻ ചെയ്യണമെന്ന് വെച്ച് ഒരുപാട് ഷിപ്പിംഗ് കമ്പനീസിലേക്ക് പോയി. നോബഡി. പിന്നെ ഇതിലുള്ള ഏറ്റവും വലിയ ചാലഞ്ചസ് എന്ന് വെച്ചാൽ കറക്റ്റായ റൂട്ടിലല്ല നമ്മൾ ജോയിൻ ചെയ്യുന്നതെങ്കിൽ സംബഡി വിൽ കം അപ്പ് വിത്ത് സംതിങ് ലൈക്ക് ഏജൻസ് ഫീ. എന്നിട്ട് നിങ്ങൾ ഏതെങ്കിലും ഷിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കാൻഡിഡേറ്റ്സിനെ പല ബോട്ടിലും അല്ലെങ്കിൽ ഈ സപ്ലൈ വെസൽ എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ഷിപ്പ് ഒരു പോർട്ടിലെത്തി കഴിയുമ്പോൾ അതിന് മറ്റേ പ്രൊവിഷൻസ് എന്തെങ്കിലും ഫുഡും അല്ലെങ്കിൽ ബങ്കർ ബാർജ് മറ്റേ എണ്ണയൊക്കെ കൊടുക്കുന്ന അതുപോലത്തെ രീതിയിലേക്ക് കൊണ്ടുപോകും. അപ്പൊ ആ ഒരു ഡിഫിക്കൽട്ടീസ് ഇല്ലാണ്ടിരിക്കാനാണ് നമ്മൾ ഈ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇതിലേക്ക് മീൻസ് കറക്റ്റായ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ മീൻസ് ക്വയറ്റ്ലി നമുക്ക് സമാധാനത്തോടെ അവർക്ക് ഒരുപാട് അപ്രൂവ്ഡ് ഷിപ്സ് ഉണ്ടാവും. ഇപ്പം ഞാൻ സെയിൽ ചെയ്യുന്ന ആംഗ്ലോ ഈസ്റ്റേൺ എന്ന് പറഞ്ഞ ഷിപ്പിംഗ് കമ്പനിയിൽ ദേ ഹാവ് മോർ ദാൻ 700 ഷിപ്സ്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഷിപ്പ് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പം അതിനനുസരിച്ച് നമ്മുടെ ജേർണി വളരെ ഈസി ആവും. പിന്നെ കരിയർ പ്രോഗ്രഷൻ എങ്ങനെ ഉണ്ടാവും എന്ന് വെച്ചാൽ ഒരു കാൻഡിഡേറ്റ് ഇപ്പോൾ ഈ ഒരു DNS പ്രോഗ്രാം ഇപ്പൊ DNS പ്രോഗ്രാം എടുക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അതായത് 12th സ്റ്റാൻഡേർഡ് കഴിഞ്ഞിട്ട് ദ വെരി നെക്സ്റ്റ് ഇയർ ഹി ഈസ് ഡൂയിങ് ഹിസ് ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ്. അപ്പൊ അത് ഇന്ത്യൻ മെറിടൈം യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിൽ 1st ഉം 2nd ഉം സെമസ്റ്റർ അവിടുന്ന് എക്സാം എഴുതിയിട്ടാണ് ആ കുട്ടി പോകുന്നത്. അത് കഴിഞ്ഞ് ദ വെരി നെക്സ്റ്റ് ഇത് അവൻ ഫസ്റ്റ് ഷിപ്പിലേക്ക് ബോർഡ് ചെയ്യും. അപ്പൊ ആ ഒരു വെയിറ്റിംഗ് ടൈം ഇപ്പൊ നല്ല കമ്പനി ആണെങ്കിൽ ആ വെയിറ്റിംഗ് ടൈം ഇറ്റ്സ് ജസ്റ്റ് അറൌണ്ട് 3-4 months.
അപ്പൊ ആ ഒരു 4 months വെയിറ്റിംഗ് പീരീഡിൽ ഇപ്പോ ഫസ്റ്റ് ഷിപ്പ് കയറും. പിന്നെ അങ്ങനെ ആ കാൻഡിഡേറ്റ് 18 months ഓൺ ബോർഡ് ട്രെയിനിങ് ചെയ്യണം. ഈ 18 months ഓൺ ബോർഡ് ട്രെയിനിങ് ഒറ്റ സ്ട്രെച്ചിൽ ചെയ്യേണ്ട ആവശ്യമില്ല. 18 months ചെയ്യേണ്ടത് 666 എന്നില്ല, അല്ലെങ്കിൽ ചില കമ്പനീസ് പറയുന്നത് 5454, അതായത് 5 months കോൺട്രാക്ട്, പിന്നെ നാട്ടിലേക്ക് വന്ന് പിന്നെ എപ്പോഴാണ് നിങ്ങൾ റെഡി ആവാം പിന്നെ പോയി ജോയിൻ ചെയ്യാം. പിന്നെ 4 months 5 months അങ്ങനെ 4 months അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം. അല്ലെങ്കിൽ 666 ഇങ്ങനെയും കംപ്ലീറ്റ് ചെയ്യാം. ഇത് എപ്പോൾ നിങ്ങൾ ഈ 18 months ഓൺ ബോർഡ് ട്രെയിനിങ്, അതായത് ഷിപ്പ് പോയിട്ടുള്ള നിങ്ങളെ ഒരു SSTP അല്ലെ DLP എന്നൊക്കെ പറഞ്ഞൊരു പ്രോഗ്രാം, അതായത് ഡിസ്റ്റൻസ് ലേണിംഗ് പ്രോഗ്രാം. കാരണം നമ്മൾ ഈ 3 വർഷം ക്ലാസ്സിലിരുന്ന് പഠിക്കുന്നില്ലെങ്കിൽ പോലും നമുക്ക് നമ്മുടേതായ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ബേസിക്കലി ഇറ്റ്സ് റിലേറ്റഡ് ടു ഷിപ്പ്. ഇപ്പൊ ഞാനിപ്പോ ഒരു നാവിഗേറ്റിംഗ് ഓഫീസറാണ്. അപ്പൊ എനിക്ക് ഒരു ഷിപ്പ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മറ്റൊരു ഷിപ്പിനെ ഞാൻ കടലിൽ കാണുമ്പോൾ എന്ത് നിയമം എടുക്കണം, ഹൂ ഈസ് റെസ്പോൺസിബിൾ, ഹൗ ടു ടേക്ക് ആക്ഷൻസ്, ആൻഡ് ഹൗ ടു നോട്ട് കൊളൈഡ്, ഹൗ ടു നോട്ട് ഗ്രൗണ്ട്. ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഷിപ്പിന്റെ അടി മറ്റേ മണ്ണ് തട്ടുന്നതാണ് ഇത്. അപ്പൊ ഈ ഡെപ്ത് പറഞ്ഞ സ്ഥലങ്ങളിൽ അതൊക്കെ നമ്മൾ ഫുൾ ട്രെയിനിങ്ങിൽ അതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ടാസ്ക് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് നമ്മളൊരു സർവേയറിന്റെ അടുത്ത് അപ്രൂവൽ വാങ്ങി നമ്മൾ ഈ ടാസ്ക് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം അവർ നമ്മളോട് പറയും ഓക്കെ നൗ വി ക്യാൻ ഗോ ഫോർ ദ എക്സാംസ്. അപ്പൊ എക്സാമിന് മുൻപ് DNS പഠിച്ചൊരു കാൻഡിഡേറ്റ് എന്ത് ചെയ്യും, 4 months ഓഫ് ഫങ്ഷണൽ കോഴ്സ് ചെയ്യും. അതായത് നമ്മുടെ ഈ സ്ട്രെങ്ത് ഒന്ന് മീൻസ് ഈ സബ്ജക്റ്റിൽ ഉണ്ടാവുന്ന സ്ട്രെങ്ത് ഒന്ന് ഇതാക്കാൻ നമ്മൾ ഒരു ഫങ്ഷണൽ കോഴ്സ് ചെയ്യും. ഈ ഫങ്ഷണൽ കോഴ്സ് 4 months കഴിഞ്ഞ പാടിന് നമുക്ക് എക്സാംസ് കൊടുക്കാം. 5 റിട്ടേൺ എക്സാംസ് ഉണ്ട്, പിന്നെ 3 ഓറൽസ് ഉണ്ട്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ദ വെരി നെക്സ്റ്റ് നമുക്ക് കിട്ടുന്ന ലൈസൻസ് അതാണ് സെക്കൻഡ് മേറ്റിന്റെ ഫോറിൻ ഗോയിങ് ലൈസൻസ്. അപ്പം ഈ സെക്കൻഡ് മേറ്റ്സിന്റെ ലൈസൻസ് നമ്മൾ ഹോൾഡർ ആയി കഴിഞ്ഞാൽ നമ്മൾ ഷിപ്പിൽ തേർഡ് ഓഫീസറായി ജോയിൻ ചെയ്യും. ഈ കാൻഡിഡേറ്റ് കാഡറ്റ്ഷിപ്പ് ചെയ്യുന്ന സമയം ദേ വിൽ ബി ഗെറ്റിംഗ് അറൌണ്ട് $500 സാലറി. അത് റഫ്ലി പറഞ്ഞതാണ്. ഡിപ്പെൻഡ്സ് ഓൺ ദ ഫ്ലാഗ് ഓഫ് ദ ഷിപ്പ്, ഏത് ഷിപ്പിലാണോ അവർ ഫ്ലൈ ചെയ്യുന്നത് അതൊക്കെ ഡിപ്പെൻഡഡ് ആവും. അപ്പം ബേസിക്കലി ആ കാഡറ്റ്ഷിപ്പ് ചെയ്യുന്ന, അതായത് 12th കഴിഞ്ഞൊരു കുട്ടി വെരി നെക്സ്റ്റ് ഇയർ ഒരു കമ്പനിയിലെ ഷിപ്പിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ ആ ഒരു ഡേ തൊട്ട് ഹീസ് ഗെറ്റിംഗ് പെയ്ഡ്. അപ്പൊ ഒരു മന്ത്ലി ഒരു $500-600 ഒക്കെ പോകുന്നുണ്ട്. ഹോങ്കോങ് ഷിപ്സ് ഒക്കെ ആണെങ്കിൽ 604 ആണ് ഒരു കാഡറ്റിന്റെ സാലറി. സാലറി എന്ന് പറയാൻ പറ്റില്ല, സ്റ്റൈപ്പൻഡ്. അപ്പൊ ആ കാൻഡിഡേറ്റ് അങ്ങനെ പഠിച്ച് അത് ഇറങ്ങി കഴിഞ്ഞ് ഈ എക്സാംസ് കൊടുത്ത് തേർഡ് ഓഫീസർ ആയി കഴിയുമ്പോൾ മിനിമം ഇപ്പൊ ടാങ്കർ ഷിപ്സിൽ, അത് ഈ ഓയിൽ കാരിയേഴ്സ് പിന്നെ ഈ ഗ്യാസ് ഒക്കെ കൊണ്ടുപോകുന്ന ഷിപ്സ് ആകുമ്പോൾ അവിടെ എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ സാലറീസ് കൂടുതലാണ്, ബട്ട് കമ്പാരിറ്റീവ്ലി റിസ്ക് കൂടുതലാണ്. പിന്നെ ബൾക്ക് കാരിയേഴ്സ് ഉണ്ട്, നമ്മുടെ ഈ സിമെന്റ്, ഈ സ്റ്റീൽ കോയിൽസ് അതുപോലത്തെ ഒക്കെ കൊണ്ടുപോകുന്ന ഷിപ്സ്, അതാണ് ബൾക്ക് കാരിയേഴ്സ്. അപ്പൊ അതുപോലത്തെ ഷിപ്സിൽ കുറച്ച് സാലറി കുറവാണ്, ബട്ട് അത്ര മറ്റേ ടാങ്കേഴ്സ് പോലെ റിസ്ക് ഇല്ല. അപ്പൊ ഇവിടെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഒരു കാൻഡിഡേറ്റ് ഒരു തേർഡ് ഓഫീസറായിട്ട് പോകുമ്പോൾ ഒരു സാധാരണ ഒരു ബൾക്ക് കാരിയേഴ്സിൽ ഇപ്പൊ തേർഡ് ഓഫീസറായി ജോയിൻ ചെയ്യുമ്പോൾ ഇന്നത്തെ മാർക്കറ്റ് സാലറി $2,900 ആണ്. അത് ഇറ്റ്സ് മോർ ദാൻ 1.5 lakh to 1.5 to 2 lakhs ഫസ്റ്റ്. അപ്പൊ ഈ കുട്ടിയുടെ ഈ ഒരു യങ് ഏജ് ഒരു 17 years കഴിഞ്ഞ് 1 year ട്രെയിനിങ് 18 years കഴിഞ്ഞ് പിന്നെ ഒരു 19 years ആകുമ്പോൾ തന്നെ ഈ കുട്ടി 18 പ്ലസ് ഒരു 4 years കാഡറ്റ്ഷിപ്പിന് 22-23 ആകുമ്പോൾ ഈ കുട്ടിക്ക് സാലറി 1.5 lakhs 2 lakhs ആയി. അപ്പൊ അങ്ങനെ ആ കുട്ടി ഒരു രണ്ട് കോൺട്രാക്ട് ആ ഓഫീസർ ചെയ്യുമ്പോൾ തേർഡ് ഓഫീസറിൽ നിന്ന് സെക്കൻഡ് ഓഫീസറിലോട്ടിലേക്ക് പ്രൊമോഷൻ ആവും. അത് സബ്ജക്ട് ടു യുവർ പെർഫോമൻസ് ഓൺ ബോർഡ്. അപ്പൊ നിങ്ങൾ ബേസിക്കലി ക്യാപ്റ്റനാണ് റെക്കമെൻഡ് ചെയ്യുക. ക്യാപ്റ്റൻ റെക്കമെൻഡ് ചെയ്താൽ നിങ്ങൾ സെക്കൻഡ് ഓഫീസർ ആവും. സെക്കൻഡ് ഓഫീസർ ആയി കഴിഞ്ഞ ഒരു വ്യക്തി ഒരു പെർട്ടിക്കുലർ ടൈം ഒരു മിനിമം തേർഡ് ഓഫീസർ ടു സെക്കൻഡ് ഓഫീസർ ജേർണിയിൽ ഒരു 18 months ട്രെയിനിങ് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ബെനിഫിറ്റ് എന്താന്ന് വെച്ചാൽ യു ക്യാൻ ഗോ ഫോർ ദ എക്സാംസ്. ചീഫ് ഓഫീസറിന്റെ എക്സാമിന് വേണ്ടി പോവാം. അത് ചീഫ് ഓഫീസറിന്റെ എക്സാം ബേസിക്കലി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. phase 1, phase 2 എന്ന് പറയുന്നവര്. phase 1 എന്ന് പറഞ്ഞാൽ ഒരു 3 months കോഴ്സ് ഉണ്ട്, അതിന് 5 സബ്ജക്ട്സ് ഉണ്ട്. phase 2 എന്ന് പറഞ്ഞാൽ അഗെയിൻ 3 months കോഴ്സ് ഉണ്ട്, അതിനും 5 സബ്ജക്ട്സ്. അപ്പൊ ഈ 5 + 5 10 എക്സാംസ് ക്ലിയർ ചെയ്യണം. അതിന്റെ ഒപ്പം തന്നെ 3 ഓറൽസും സെക്കൻഡ് മീറ്റ് ചെയ്ത പോലെ. അത് കഴിഞ്ഞ കുട്ടി കാൻഡിഡേറ്റ് ഒരു ചീഫ് ഓഫീസർ ആവും. ചീഫ് ഓഫീസർ ആയി കഴിഞ്ഞ ഒരു കാൻഡിഡേറ്റ് ടോട്ടൽ സീ ടൈം, അത് സെക്കൻഡ് ഓഫീസർ, തേർഡ് ഓഫീസർ, ചീഫ് ഓഫീസർ എല്ലാം കൂടി 36 മിനിമം ടൈമുള്ള സമയം. 36 months സീ ടൈം ഉണ്ടെങ്കിൽ അവർക്ക് മാസ്റ്റേഴ്സിന്റെ എക്സാം കൊടുക്കാൻ പറ്റും.
ആ മാസ്റ്റേഴ്സിന്റെ എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി ഹീൽ വിക്കുന്ന മാസ്റ്റർ ഓഫ് ദ ഷിപ്പ്. പിന്നെ ഒരു കാൻഡിഡേറ്റ് മാസ്റ്റർ ആയി കഴിഞ്ഞാൽ ഈ ഒരു ഏജ് ജനറലി അറൌണ്ട് 35 to 40 ഐഡിയൽ കേസ് സിനാരിയോയിൽ ഒരാൾ കാൻഡിഡേറ്റ് മാസ്റ്റർ ആവും. ചില കമ്പനീസിൽ ഫാസ്റ്റ് പ്രൊമോഷൻ ആയിരിക്കും, അപ്പൊ അവർ പെട്ടെന്ന് ഇതാവും. ഈ ഒരു സാലറി പ്രോഗ്രഷൻ ഒരു 2 lakhs തേർഡ് ഓഫീസറിൽ വാങ്ങിയ ഒരു കാൻഡിഡേറ്റ് Sir, voice കട്ടാണ്. വോയിസ് കട്ടായിട്ടുണ്ട്. ഒരു Abhishek sir, not audible. ഓഡിബിൾ ആണോ? ഹലോ, It's okay. ഇല്ല, It's okay. ഓഡിബിൾ ആയിരുന്നില്ല. ഈ ഓക്കെ ഓക്കെ 2 lakh സാലറി വാങ്ങിയ എന്ന് പറഞ്ഞിരുന്ന തരത്തിൽ കട്ടായി. ഓക്കെ ഓക്കെ. അപ്പം ഓക്കെ, മാസ്റ്റർ ഓഫ് ദ ഷിപ്പ് ഒരു 9 lakh സാലറി വരെ വാങ്ങാറുണ്ട്. അപ്പം ഇത് ബേസിക്കലി ഒരു ബൾക്ക് കാരിയർ ഫ്ലീറ്റിന്റെയാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഒരു ടാങ്കർ, ഒരു ഗ്യാസ് ടാങ്കറിന്റെ ഒരു ക്യാപ്റ്റൻ മന്ത്ലി 21 lakhs 22 lakhs വരെ ഏൺ ചെയ്യുന്നു. അപ്പം ഇത്രയും സാലറി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ജോബാണ് മെർച്ചന്റ് നേവി. പക്ഷെ നത്തിങ് കംസ് ഈസി. അപ്പൊ ഇതിന്റെ റിസ്ക് ഉണ്ട്. ഇപ്പൊ നമ്മുടെ സേഫ് ആയിട്ടുള്ള കാർഗോ ഇത് ആക്കണം, കാർഗോയിൽ ഡാമേജസ് ഒന്നും ഉണ്ടാവരുത്, ഷിപ്പ് കൊളൈഡ് ചെയ്യാൻ പാടില്ല. പിന്നെ ഒരു ഡെയിലി 9 to 5 ജോബ് എന്ന് പറഞ്ഞ ഒരു ആസ്പെക്ട് അല്ല മെർച്ചന്റ് നേവിയിൽ. ഇറ്റ്സ് ലൈക്ക് നമ്മള് മീൻസ് നമുക്ക് വീൽ റെസ്റ്റ് അവേഴ്സ് എന്ന് പറഞ്ഞാൽ ആസ് പെർ മെറീൻ ലേബർ കൺവെൻഷൻ പ്രകാരം നമുക്ക് റെസ്റ്റ് അവേഴ്സും ക്രൈറ്റീരിയസ് ഒക്കെ ഉണ്ട്. അപ്പൊ മിനിമം ഒരു 24 hours നമുക്കൊരു 10 hours റെസ്റ്റ് നിർബന്ധമായിട്ട് വേണം. ഇറ്റ്സ് നമ്മൾ ബേസിക്കലി പറയുമ്പോൾ 10 hours പറയും. അതൊരു വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ട്. ഇപ്പൊ ഞാനൊരു നോർമൽ ഔട്ട് അറ്റ് സി എനിക്കൊരു വർക്കിംഗ് അവേഴ്സ് ഒരു 10 hours ഉണ്ടാവും, ബാക്കി 14 hours ഞാൻ റെസ്റ്റ്. ഇതൊരു 4 hours 8 hours നാവിഗേഷനിൽ വാച്ചുണ്ടാവും, 2 hours പിന്നെ എക്സ്ട്രാ വർക്ക് ഉണ്ടാവും. അപ്പൊ പോർട്ടിലാകുമ്പോൾ സംടൈംസ് യു ഹാവ് ടു ഡു 6 on 6 off, അല്ലെങ്കിൽ കാർഗോന്റെ കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ കണ്ടിന്യൂസ് വർക്ക് ചെയ്യണം. ഇതൊക്കെ മീൻസ് അതാണ് നമ്മൾ എല്ലാത്തിനും ഫ്ലെക്സിബിൾ ആകുന്ന ഒരു കൈൻഡ് ഓഫ് ജോബാണ് മെർച്ചന്റ് നേവി. അപ്പം നമുക്ക് ഈ ഓൺബോർഡ് ജോബ്സിനെ കുറിച്ചിട്ടുള്ള കാര്യം കുറച്ച് ഡിസ്കസ് ചെയ്യാം. ഞാനിങ്ങനെ സംസാരിക്കാൻ നോക്കുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്ക് എന്നെ മീൻസ് ഹാൻഡ് റൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ചാറ്റ്സിൽ ചോദിക്കാം കേട്ടോ. അപ്പൊ ഞാൻ അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം വേറൊരു കേസ്, രണ്ടാമത്തെ കേസ് എന്താണെന്ന് വെച്ചാൽ ഈ മെർച്ചന്റ് നേവി ജോബ് നമ്മുടെ ഇപ്പോൾ ഒരു ഓഫീസറായിട്ട് ഷിപ്പിലോട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് ജോബ് ചെയ്യുന്നത്. ബേസിക്കലി ഡക്ക് സൈഡിലേക്ക് വരുന്ന ഒരു ഓഫീസറാണെങ്കിൽ, അതായത് ഈ DNS എന്ന് പറഞ്ഞ കോഴ്സ് കഴിഞ്ഞ കുട്ടിയാണല്ലോ ഇവിടെ എത്തിയത്. അപ്പൊ അതുപോലെ തന്നെ BSc എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്. ഈ BSc എന്ന് വെച്ചാൽ BSc നോട്ടിക്കൽ സയൻസ്. അപ്പൊ ആ കാൻഡിഡേറ്റ് 3 വർഷം ഓൾറെഡി എവിടെ നിന്ന് പഠിച്ചിട്ടാണ് വരുന്നത്? ഇവിടെയുള്ള ഏതെങ്കിലും ഒരു ക്യാമ്പസിന് പഠിച്ചിട്ടാണുള്ളത്. അതായത് ഇന്ത്യൻ മെരിടൈം യൂണിവേഴ്സിറ്റിന്റെ കോമൺ എൻട്രൻസ് പാസ്സായതിനു ശേഷം ആ കുട്ടി DNS പഠിച്ച കുട്ടി 1 കൊല്ലം പഠിക്കുന്നെടുത്ത ഈ കുട്ടി BSc നോട്ടിക്കൽ സയൻസ് ഇവിടുന്ന് ചെയ്ത് 3 വർഷത്തെ ഡിഗ്രി ആയി എടുത്തിട്ടാണ് ഷിപ്പിലോട്ട് പോകുന്നത്. ബട്ട് ഞാൻ പേഴ്സണലി എന്നോട് ചോദിച്ചാൽ ഞാൻ DNS സജസ്റ്റ് ചെയ്യും. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇപ്പൊ ഞാനൊരു BSc നോട്ടിക്കൽ സയൻസ് ആണ് എന്റെ ഡിഗ്രി. അപ്പം ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ എന്റെ ഈ സെക്കൻഡ് മീറ്റ്സ് ലൈസൻസ് വാങ്ങിക്കുന്ന സമയം തന്നെ ഓൾറെഡി എനിക്ക് 18 months സീ ടൈമും എക്സാംസ് ക്ലിയർ ചെയ്തേ. അപ്പൊ എന്റെ കയ്യിൽ ബേസിക്കലി 18 months സീ ടൈം ഉണ്ടെങ്കിൽ ഐ ക്യാൻ ഗോ ഫോർ ദ എക്സാം. അപ്പം ഈ ഇന്ത്യൻ മെരിടൈം യൂണിവേഴ്സിറ്റിന്റെ സെമസ്റ്റർ 3, 4, 5 ഞാൻ മുന്നേ എഴുതിയിട്ടുണ്ടായിരുന്നു നാട്ടിൽ വന്നപ്പോൾ. അപ്പൊ അത് എഴുതി കഴിയുമ്പം എനിക്ക് ഇന്ത്യൻ മെരിടൈം യൂണിവേഴ്സിറ്റി അവാർഡ് തരും. അപ്പൊ മീൻസ് ഈ ഡിഗ്രി അവാർഡ് ചെയ്തു. അപ്പൊ എന്റെ കയ്യിൽ ഓൾറെഡി BSc നോട്ടിക്കൽ സയൻസ് ഞാൻ എന്റെ ഈ സെക്കൻഡ് മീറ്റ് ലൈസൻസ് എടുക്കുന്നതിന് മുമ്പ് എന്റെ കയ്യിൽ കിട്ടുന്നുണ്ട്. പക്ഷെ ഈ ഒരു സാധനം ആദ്യമേ 3 വർഷം ഇവിടെ പഠിച്ച കുട്ടി അത് കഴിഞ്ഞിട്ട് പിന്നെ ഷിപ്പിലേക്ക് പോകുന്നതിന് മുമ്പേ അയാളുടെ കയ്യിൽ ഓൾറെഡി BScന്റെ ഡിഗ്രി കിട്ടുന്നുണ്ട്. ബട്ട് ഇവിടെ ഒരു ഡിഫിക്കൽട്ടി എന്താണെന്ന് വെച്ചാൽ ഈ കാൻഡിഡേറ്റ് ഈ BSc നോട്ടിക്കൽ സയൻസ് പഠിക്കുന്ന കുട്ടി ഒരു 3 years ഇവിടെ പഠിക്കണം നാട്ടിൽ.
അതിനുശേഷം അഗെയിൻ യു വിൽ ഹാവ് ടു ഗോ ഫോർ 12 months. അതായത് മറ്റേ കുട്ടി 18 മാസത്തെ സീ ടൈം എടുക്കുമ്പോൾ ഇവിടെ 12 മാസത്തെ സീ ടൈമേ ഇദ്ദേഹത്തിന് വേണ്ടു. പക്ഷെ ആഫ്റ്റർ ദാറ്റ് ഏർലിയർ ഒരു കുറച്ചു കാലം മുമ്പ്, ഒരു 5-6 വർഷം മുമ്പ് അവർക്ക് റിട്ടേൺ എക്സാംസ് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. BSc പഠിച്ചു വരുന്ന കാൻഡിഡേറ്റിന് റിട്ടേൺ എക്സാം കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അവർക്ക് ഡയറക്ട്ലി ഓറൽ എക്സാംസ് കൊടുത്താൽ മതിയായിരുന്നു. പക്ഷെ ഇന്നത്തെ സിറ്റുവേഷനിൽ അങ്ങനെയല്ല. ഇന്ന് ഗവൺമെന്റ് ഹാസ് ചേഞ്ച്ഡ്. അപ്പം ദേ ആർ സെയിങ് ദാറ്റ് ഈ 18 മാസം അതിന് പകരം 12 മാസം ചെയ്തിട്ട് വരുന്ന ഈ കാൻഡിഡേറ്റ്സ് പിന്നെ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യവും ദേ ലൈക്ക് ടു അഗെയിൻ ഗീവ് ഫോർ ദ 5 റിട്ടേൺ എക്സാംസ്. അതിനുശേഷം 3 മീൻസ് ആൾക്കാർ കൂടുതൽ അതിനെക്കുറിച്ച് അവെയർ അല്ലാതെ ഉണ്ടാകുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കുറെ ആൾക്കാർ ആദ്യമേ ഡിഗ്രി എടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈക്വലന്റ് ഡിഗ്രി തന്നെയാണ് നിങ്ങളുടെ സെക്കൻഡ് മീറ്റ്സ് ലൈസൻസ്. സോ മീൻസ് ടൈം ഡിലേ കുറച്ചുകൂടി കൂടുതലാണ് കമ്പയറിംഗ് ടു എ DNS കാൻഡിഡേറ്റ്. അപ്പം ഇത് രണ്ടാണ്. പിന്നെ മെറീൻ എഞ്ചിനീയറിംഗ്, നിങ്ങൾ ഒരു എഞ്ചിനീയറിംഗ് ഡെക്സ് എന്ന് മാറിയിട്ട് എഞ്ചിനീയറിംഗ് സൈഡിലോട്ട് മാറാൻ പോവുകയാണെങ്കിൽ അവർക്കുള്ളതാണ് മെറീൻ എഞ്ചിനീയറിംഗ്. അപ്പൊ ആ ഒരു കാൻഡിഡേറ്റ് ജോയിൻ ചെയ്യുന്നത് ഒരു എഞ്ചിൻ കാഡറ്റ് ആയിട്ടാണ് ഷിപ്പിൽ. അതിനുശേഷം ആ കുട്ടി ഗ്രോ അപ്പ് ചെയ്ത് ഒരു 5th എഞ്ചിനീയർ ആവും. 5th എഞ്ചിനീയർ എന്ന പിന്നെ ജൂനിയർ എഞ്ചിനീയർ ആവും. ജൂനിയർ എഞ്ചിനീയർ എന്ന പിന്നെ എക്സാംസ് ഒക്കെ എഴുതി, നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ എക്സാംസ് എഴുതി ആ കാൻഡിഡേറ്റ് ഒരു 4th എഞ്ചിനീയർ ആവും. 4th എഞ്ചിനീയർ എന്ന് 3rd എഞ്ചിനീയറിലോട്ടൊക്കെ പെർഫോമൻസ് വെച്ച് പ്രൊമോഷൻ കിട്ടും. 3rd എഞ്ചിനീയർ എന്ന് വീണ്ടും എക്സാംസ് എഴുതി 2nd എഞ്ചിനീയർ ആവും. 2nd എഞ്ചിനീയർ പിന്നെ ഫൈനലി ഷിപ്പിന്റെ ചീഫ് എഞ്ചിനീയർ ആവും. ഇതാണ് ലാസ്റ്റ് റാങ്ക്. സാലറി ഡെക് സൈഡ് പോലെ തന്നെ സെയിം ആണ് ഓഫീസേഴ്സിന്റെ ഓൾമോസ്റ്റ് എഞ്ചിനീയറിംഗ് സൈഡിലും. അപ്പൊ എഞ്ചിൻ സൈഡ് അത് ഓരോ ആളുടെ പെർട്ടിക്കുലർ ചോയ്സ് ആണ്. ഇപ്പൊ പീപ്പിൾ ഹു ആർ ഇൻട്രസ്റ്റഡ് ഇൻ നാവിഗേഷൻ ആൻഡ് പീപ്പിൾ ഹു ആർ ഇൻട്രസ്റ്റഡ് ഇൻ മെഷീൻസ് ആൻഡ് ഓൾ, അപ്പൊ അങ്ങനത്തെ ആൾക്കാർ എഞ്ചിനീയറിംഗ് സൈഡ് പോകും, അല്ലാത്തവര് ഡെക് സൈഡിലോട്ടേക്ക് വരും. പിന്നെ അടുത്തൊരു ഫേസ് എന്താണെന്ന് വെച്ചാൽ ഇതല്ലാണ്ട് വേറൊരു ഡിപ്പാർട്ട്മെന്റും കൂടി ഷിപ്സിലുണ്ട്. അതാണ് ഈ സെലൂൺ കാറ്ററിംഗ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഇതിലുള്ള ഒരു ജോയിൻ എന്ന് വെച്ചാൽ ബേസിക്കലി ഇവരെന്ത് ചെയ്യും, ഈ ഫുഡൊക്കെ ഉണ്ടാക്കും. ഒരു കുക്കും പിന്നെ ബാക്കി ഒരു GS ഉണ്ടാവും. ഈ GS എന്ന് പറഞ്ഞ റാങ്ക് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഷിപ്പില് നമ്മുടെ ഈ ഓഫീസേഴ്സിന്റെ ക്യാബിനൊക്കെ ക്ലീൻ ചെയ്യാം, പിന്നെ ആ ഒരു ബെഡ്ഷീറ്റ് ഒക്കെ ചേഞ്ച് ചെയ്യാം, പിന്നെ ഈ ചീഫ് കുക്കിന് ഈ കുക്കിംഗ് ചെയ്യേണ്ട ഇതൊക്കെ യൂട്ടൻസിൽസ് വാഷ് ചെയ്ത് കൊടുക്കും, പിന്നെ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് കൊടുക്കും. അങ്ങനെ ആ റിലേറ്റഡ്, പിന്നെ ജനറലി ക്ലീനിങ് പിന്നെ ഫുഡ് വെക്കുന്ന, ഇത് രണ്ടാണ് അവര്. പിന്നെ ഒരു ക്രൂ ആയിട്ട് ഇപ്പൊ ഒരാൾ ഷിപ്പിലേക്ക് ജോയിൻ ചെയ്യുന്നതാണെങ്കിൽ അപ്പൊ അവര് GP റേറ്റിംഗ് എന്ന് പറഞ്ഞൊരു കോഴ്സാണ് ചെയ്യുന്നത്. ഇപ്പൊ GP റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു 6 months കോഴ്സാണ്. അത് നമ്മൾ ഇവിടുന്ന് ചെയ്യും. പക്ഷെ ആ കാൻഡിഡേറ്റ് ഇപ്പം ലേറ്റസ്റ്റ് സർക്കുലർ പ്രകാരം ഓഫീസർ ആവാൻ കുറച്ചും കൂടി ഇതാണ്, ഇപ്പൊ ഇന്ത്യ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. ബട്ട് ആ ഒരു ജേർണി കമ്പാരിറ്റീവ്ലി വെരി ഡിഫിക്കൽട്ട് ആണ്. കാരണം ഒരു 6 months GP റേറ്റിംഗ് കഴിഞ്ഞ കുട്ടി ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഷിപ്പ് കിട്ടണം. ഷിപ്പ് പോയി കഴിഞ്ഞാൽ ആ കുട്ടി ആദ്യം തന്നെ ആവുന്നത് ഒരു ഡക്ക് ട്രെയിനി സീമാൻ എന്ന് പറഞ്ഞ റാങ്കിലാണ്. DTSM കഴിഞ്ഞ് പിന്നെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഓർഡിനറി സീമാൻ ആവും. ഓർഡിനറി സീമാനിൽ നിന്ന് പിന്നെ ഏബിൾ ബോഡീഡ് സീമാൻ, പിന്നെ ആ ലാസ്റ്റ് റാങ്ക് ബോസനാണ്. ഈ ബോസൺ ആയി കഴിഞ്ഞാൽ പിന്നെ ആ ക്രൂവിന്റെ ഹെഡ് എന്നാണ് പറയുന്നത്. ബട്ട് കമ്പയറിംഗ് ടു ഒരു ഓഫീസറിന്റെ റാങ്കും ഒരു ക്രൂവിന്റെ റാങ്കും വെച്ച് ഡിഫിക്കൽട്ട് എന്താണെന്ന് വെച്ചാൽ ഹാർഡ് വർക്ക് ഭയങ്കര കൂടുതലായിരിക്കും. ഫിസിക്കൽ ഹാർഡ് വർക്ക് ഈ ക്രൂ റാങ്കിൽ ഭയങ്കര കൂടുതലായിരിക്കും. അപ്പൊ ബേസിക്കലി ഷിപ്പിൽ ഡീറസ്റ്റിംഗ് ചെയ്യേണ്ടി വരും, പിന്നെ പെയിന്റിങ്, അങ്ങനെയുള്ള എല്ലാ മറ്റേത് കൂടുതൽ ആ ഒരു 18 months കാഡറ്റ്ഷിപ്പ് ടൈം നമ്മൾ കൂടുതലായി ഓവർവ്യൂ ചെയ്തിട്ട് എല്ലാം പഠിച്ചെടുത്ത് പിന്നെ ചീഫ് ഓഫീസർ ആകുമ്പോൾ നമ്മൾ ആക്ച്വലി നമ്മൾ സജസ്റ്റ് ചെയ്യണം ഹൗ ടു ഡു ദിസ് എന്നുള്ളത്. അപ്പൊ ആ ബേസിക്കലി GP റേറ്റിംഗ് കോഴ്സ് ഉണ്ട്. മീൻസ് ഇഫ് യു ആർ റെഡി ടു ഹാർഡ് വർക്ക്, ആ കഷ്ടപ്പാടൊക്കെ അനുഭവിക്കാനും അതിന്റെ ഒരു മൈൻഡ് സെറ്റ് നമുക്കുണ്ടെങ്കിൽ ഇറ്റ്സ് കമ്പാരിറ്റീവ്ലി വൺ ഓഫ് ദ ഡിഫിക്കൽട്ട് ജോബ്സ്. അപ്പം ആ ഒരു രീതിയിലേക്ക് നമുക്ക് ഓൾറെഡി ഈ PCM അതിന് 10th ആണ് മിനിമം റിക്വയർമെന്റ് വരുന്നത്. 10th സ്റ്റാൻഡേർഡിൽ ഏത് സബ്ജക്റ്റ് ആയാലും കുഴപ്പമില്ല. പക്ഷെ ഐഡിയലി 10th എന്ന് പറയുന്നുണ്ടെങ്കിലും മിനിമം 12th സ്റ്റാൻഡേർഡ് എല്ലാ ആൾക്കാർ അവർ കൺസിഡർ ചെയ്യുന്നില്ല. പിന്നെ 12th സ്റ്റാൻഡേർഡിന് ശേഷം പിന്നെ ഏത് സ്ട്രീം ആയാലും കുഴപ്പമില്ല. മിനിമം ഇംഗ്ലീഷ് 50%, അതർ സബ്ജക്ട്സ് 50% ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു GP റേറ്റിംഗ് പ്രോഗ്രാമിനെ അപ്ലൈ ചെയ്യാം. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ സ്പോൺസർഷിപ്പ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ഇതിൽ GP റേറ്റിംഗിന്റെ കേസിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു കാൻഡിഡേറ്റിന് ആദ്യം തന്നെ എന്ത് ചെയ്യണം, മീൻസ് എന്തെങ്കിലും കോണ്ടാക്ട്സ് ഉള്ള ആൾക്കാരോ അല്ലെങ്കിൽ ആരെങ്കിലും റെക്കമെൻഡ് ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ നല്ലത്. അല്ലെങ്കിൽ ഇന്ത്യയിൽ 2 കോളേജസ് ആണ് ഉള്ളത്. ഒന്ന് TS റഹ്മാൻ എന്ന് പറഞ്ഞൊരു കോളേജ് ഉണ്ട് നവി മുംബൈയിൽ,
പിന്നെ ന്യൂസി ഉണ്ട് ഗോവയിൽ. അപ്പൊ ഈ 2 കോളേജസിലും അത്യാവശ്യം കമ്പനീസ് വന്ന് സെലക്ട് ചെയ്യുന്നത്. അതല്ലാതെ കേസസിലാണെങ്കിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. പിന്നെ ബേസിക്കലി നമ്മളിപ്പോ പറഞ്ഞ ഈ ഒരു കോഴ്സസിലൊക്കെ നമ്മൾ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടൊരു കാര്യമാണ് സ്പോൺസർഷിപ്പ്. ഈ സ്പോൺസർഷിപ്പ് ഇല്ലാതെ IMU-CET എന്ന് പറഞ്ഞൊരു എക്സാം ക്വാളിഫൈ ചെയ്ത ഒരു കാൻഡിഡേറ്റ് പ്രത്യേകിച്ച് ഭയങ്കര ഡിഫിക്കൽട്ടി ഫേസിലേക്ക് കൂടി ആയിരിക്കും കടന്നു പോകും. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ അവർ ആ 12 months അല്ലെങ്കിൽ ആ ഒരു 3 years ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം ദേ ആർ നോട്ട് ഗോയിങ് ടു ഗെറ്റ് എ ഷിപ്പ്. അവർക്കൊരു ഷിപ്പ് കിട്ടുക എന്നുള്ളത് വളരെ വളരെ ഡിഫിക്കൽട്ട് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ ഷിപ്പ് എങ്ങനെ കിട്ടും എന്നുള്ളത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. കാരണം എനിക്കറിയുന്ന എന്റെ കോണ്ടാക്ട്സിലുള്ള ഒരുപാട് പേര് ആ ഒരു ഫേസിൽ ഒരു 3-4 years ഒക്കെ നാട്ടിൽ സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ കോഴ്സ് ദേ ആർ നോട്ട് ഗെറ്റിംഗ് എ ഷിപ്പ്. പിന്നെ ഇതിൽ കുറച്ച് ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ കറക്റ്റ് റൂട്ട് അല്ലെങ്കിൽ ഏജൻസ് എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ വരും. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ദേ വിൽ ആസ്ക് ഫോർ മണി. അപ്പം ഒരു 5 lakhs 6 lakhs ഒക്കെ അവർ ചോദിക്കും. അപ്പൊ അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഷിപ്പ് കിട്ടുമോ? ഇല്ല. അപ്പൊ ഇത് ഭയങ്കര റിസ്കി ആയിട്ടില്ല. ഒരുപാട് ആൾക്കാർ അങ്ങനെ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. ബിക്കോസ് ദേ ആർ നോട്ട് അവെയർ ഓഫ് ഓൾ ദീസ് തിങ്സ്. ഇതുകൊണ്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു കാൻഡിഡേറ്റ് മെർച്ചന്റ് നേവിയിൽ ജോയിൻ ചെയ്യാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പം ഫസ്റ്റ് തന്നെ അവർക്ക് വേണ്ട ഒരു ഐഡിയ എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യുക, സ്പോൺസർഷിപ്പ് എങ്ങനെ കിട്ടും. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ഐഡിയ നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈസി ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റൂ. പിന്നെ നമ്മളിപ്പം ഈ ഗുഡ് സൈഡ് മാത്രമാണ് പറഞ്ഞത്. ഇനി ഇതിന്റെ ഒരു ബാഡ് സൈഡ് എന്താണെന്ന് വെച്ചാല് നൗ ഈ കാൻഡിഡേറ്റ്സിന് ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഫേസിലേക്ക് കൂടി കടന്നുകൊണ്ട് നമുക്ക് നാട്ടിലുള്ള എല്ലാ പ്രോഗ്രാംസിനും അറ്റൻഡ് ചെയ്യണമെന്നില്ല. പിന്നെ രണ്ടാമത്തത് നമുക്ക് വേറെ എന്തെങ്കിലും എമർജൻസി വീട്ടിലുണ്ടായ തിരിച്ചെത്താൻ പറ്റില്ല. അങ്ങനെയുള്ളൊക്കെ പറയുന്ന ഒരുപാട് ഡ്രോബാക്സ് ഈ പ്രൊഫഷനിലുണ്ട്. അപ്പൊ നമ്മൾ എല്ലാത്തിനും പ്രിപ്പയർ ആയിട്ടായിരിക്കണം നമ്മൾ ഇതിലേക്ക് ജോയിൻ ചെയ്യേണ്ടത്. ഇതെല്ലാം നമ്മളിപ്പോ വരുന്ന ഒരു പ്രശ്നം വെച്ചാൽ ഇപ്പം എന്റെ ഒരു ലാസ്റ്റിന്റെ ബാക്കിലത്തെ ഷിപ്പിൽ ഒരു കാൻഡിഡേറ്റ് ജോയിൻ ചെയ്തിട്ട് ജസ്റ്റ് ഒരു 1 month കഴിഞ്ഞപ്പം ഹരിയാനയിലൊരു കുട്ടിയായിരുന്നു രമൻ. അവൻ വന്ന് പറയാണ് ഐ ഡോണ്ട് വാണ്ട് ദിസ് പ്രൊഫഷൻ, എനിക്ക് ഇത്ര കഷ്ടപ്പാട് പറ്റില്ല. ആൻഡ് ജസ്റ്റ് ആഫ്റ്റർ 1 month ഓഫ് ജോയിനിങ് നമ്മുടെ നെക്സ്റ്റ് സ്പോട്ടിൽ ദാറ്റ് ടൈം വി ആർ ഡൂയിങ് ലോങ് റൂട്ട്. അപ്പം ബ്രസീലിൽ നിന്ന് ചൈനയിലോട്ടേക്ക് ഷിപ്പ് പോകുമ്പോൾ ഈസ് സെയിങ് യു വാണ്ട് ടു ഗെറ്റ് ഡൗൺ അറ്റ് ചൈന. അപ്പൊ അങ്ങനത്തെ കാൻഡിഡേറ്റ്സ് അപ്പം എല്ലാവർക്കും ഒരു ഡിഫിക്കൽട്ടീസ് ആണ് ഉണ്ടാവുക. ചൈനയിൽ നിന്നിട്ട് ആ ഷിപ്പ് ബങ്കർ എടുക്കാൻ സിംഗപ്പൂരിൽ വന്നപ്പോഴാണ് ഈ കാൻഡിഡേറ്റിനെ നമ്മൾ സൈൻ ഓഫ് ചെയ്തത്. അപ്പം അത് ഒരു കൈൻഡ് ഓഫ് ഭയങ്കര എല്ലാവർക്കും ഒരു ഡിഫിക്കൽട്ടി ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. അപ്പം ബേസിക്കലി കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ഇപ്പം ഒരു 12th സ്റ്റാൻഡേർഡ് കഴിഞ്ഞ ഒരു കുട്ടികളാണെങ്കിൽ അവർ ഐഡിയലി ഓപ്റ്റ് ചെയ്യേണ്ടത് ഇപ്പൊ അവർ 1 year ഇതെടുക്കുക. എന്നിട്ട് ഇപ്പൊ ഒരുപാട് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. അത് അടുത്ത ഞാൻ പറയാം, ഈ നാട്ടിൽ ഒരുപാട് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇപ്പൊ തുടങ്ങിയിരുന്നു. ഇപ്പം എറണാകുളത്ത് തന്നെ ഒരുപാട് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. അപ്പൊ ഈ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ ഇവരൊരു 1 year ട്രെയിനിങ് കൊടുത്ത് അതിനുശേഷം അവർ സക്സസ്ഫുള്ളി കാൻഡിഡേറ്റ്സിന്റെ റിസൾട്ട് നോക്കിയിട്ട് വേണം നിങ്ങൾ ജോയിൻ ചെയ്യാൻ. ഒരുപാട് ഇപ്പം എനിക്ക് തോന്നുന്നു IMU-CET കോച്ചിങ് സെന്റേഴ്സിന് എറണാകുളത്ത് അടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കോളേജസ് വരുന്നു. അപ്പം അതിൽ ഒരുപാട് നല്ല കോളേജസ് ഉണ്ട്. പേഴ്സണലി എനിക്ക് അറിയുന്ന ഒരു കോളേജ് റേഡിയന്റ് സ്റ്റഡി സെന്റർ എന്ന് പറഞ്ഞിട്ടൊരു കോളേജസ് ഉണ്ട്. അപ്പൊ അവര് ഓൾമോസ്റ്റ് ഞാൻ ഇവിടെ ഇന്റർവ്യൂസ് എടുക്കാൻ പോകാറ്. ആ കൈൻഡ് ഓഫ് അവരുടെ റിസൾട്ട്സ് ഭയങ്കര ഹൈ ആണ്. ഇപ്പം ലാസ്റ്റ് ബാച്ചില് ഒരു കൃഷ്ണേന്ദ് എന്ന് പറഞ്ഞൊരു കാൻഡിഡേറ്റ് ആംഗ്ലോ ഈസ്റ്റേണിൽ സെലക്ടഡ് ആയിട്ടുണ്ട്. അപ്പൊ എനിക്കൊന്ന് ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആംഗ്ലോ ഈസ്റ്റേണിലേക്ക്, അത് ഏറ്റവും ടഫസ്റ്റ് എക്സാംസ് ആംഗ്ലോ ഈസ്റ്റേണിന്റെ ആണ്. അപ്പൊ അത് ക്ലിയർ ചെയ്യുന്നത് ഈ റേഡിയന്റ് സ്റ്റഡി സെന്റർ എന്ന് പറഞ്ഞാൽ, പക്ഷെ അവരിപ്പം കാലിക്കറ്റിലേക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ബേസിക്കലി പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ്, കറക്റ്റായ സ്പോൺസർഷിപ്പ് ഇന്റർവ്യൂസ്, കറക്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽസ്, ഇതൊക്കെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്താൽ നമ്മുടെ ജേർണി വളരെ ഈസിയാവും. ആഫ്റ്റർ ഓൾ ഡെഫിനറ്റ്ലി നമുക്ക് വി നീഡ് ടു വർക്ക്. അപ്പൊ നമ്മളും വർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ ഒരാൾ കറക്റ്റായി സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ ഇതുണ്ട്. പിന്നെ ഇപ്പം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പൊ ഒരു മെർച്ചന്റ് നേവി ഓഫീസർ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് ഈസിയായി സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെങ്കിൽ അതിലുണ്ടാകുന്ന ഡിഫിക്കൽട്ടി എന്താണെന്ന് വെച്ചാൽ ഇവര് വെൻ ദേ ഗോ ഫോർ സെയിലിംഗ് ഹു വിൽ ടേക്ക് കെയർ ഓഫ് ദ തിങ്സ്. അപ്പൊ കുട്ടികളുടെ കാര്യത്തിൽ കഷ്ടമാവും. അപ്പൊ ഒരു 3-4 ആൾക്കാർ
അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ഡിസേർവിംഗ് ആയ ഒരുപാട് കാൻഡിഡേറ്റ്സ് വേണം, മീൻസ് ഒരുപാട് സ്റ്റാഫ്സ് വേണം. കാരണം ഇത് ത്രൂ ഔട്ട് പ്രോസസ്സാണ്. അതുകൊണ്ടാണ് ഇപ്പം ഈ റേഡിയൻ സ്റ്റഡി സെന്ററിന്റെ തന്നെ അവര് കുറെ ഇത് ടീച്ചേഴ്സ് ദേ ആർ വർക്കിംഗ് ഫ്രം സൈലം, ഇതിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ബ്രില്യൻ പാലൽ സാർ ഉണ്ട് എറണാകുളത്ത്. അപ്പൊ ഇതുപോലത്തെ ആൾക്കാർ ദേ ആർ ഗെറ്റിംഗ്, ആൻഡ് അപ്പൊ ആ ട്രെയിനിങ് കുട്ടികൾ ഈസിയാണ്. അപ്പൊ നമ്മൾ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ജോയിൻ ചെയ്യുന്ന മുമ്പ് ഡെഫിനറ്റ്ലി നമ്മൾ മീൻസ് അവരുടെ റിസൾട്ട്സ് നല്ലോണം ചെക്ക് ചെയ്യാം. പിന്നെ അതിനുശേഷം വേണം ഒരു 1 year പ്രോഗ്രാമിന് വേണ്ടിയിട്ട് സെൻഡ് ചെയ്യാൻ. ഈ ഒരു 1 year പ്രോഗ്രാമിന് വേണ്ടി ഈ ഒരു കാൻഡിഡേറ്റിനെ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു 1 year കഴിയുന്നതിന് മുമ്പ് IMUCT കോച്ചിങ്ങും നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അറ്റ് ദ സെയിം ടൈം IMUCT ക്വാളിഫൈ ചെയ്യുന്ന അതേ ടൈം തന്നെ നമുക്ക് കമ്പനിയുടെ സ്പോൺസർഷിപ്പ് കിട്ടിയിരിക്കണം. ഈ സ്പോൺസർഷിപ്പും IMUCTയും ഒരു 1 year ഒരു കാൻഡിഡേറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഹി വിൽ ബി ഗെറ്റിംഗ് പ്ലേസ്ഡ്. അപ്പം ഏതെങ്കിലും ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ആ ഒരു പ്രോഗ്രാം പഠിച്ചു കഴിഞ്ഞ പാടന്നെ നെക്സ്റ്റ് ഇമ്മീഡിയറ്റ്ലി ഹി വിൽ ഗെറ്റ് ബാക്ക് ടു മീൻസ് ഷിപ്പ്. പിന്നെ നോർമൽ റൂട്ടീനാണ്. വൺസ് യു ഗെറ്റ് ഇൻ ടു ഷിപ്പ് ആൻഡ് ഇഫ് യു ആർ റിയലി ഇൻട്രസ്റ്റഡ് ഇൻ വർക്കിംഗ് ഡെഫിനറ്റ്ലി യു വിൽ ഗോ ഹെഡ്. അപ്പൊ നിങ്ങൾ അതിൽ പിന്നെ പഠിച്ചുകൊണ്ടേയിരിക്കും. ഡെഫിനറ്റ്ലി സം ഡേ യു വിൽ ബിക്കം എ മാസ്റ്റർ ഓഫ് ദ ഷിപ്പ്. പക്ഷേ ഈ സ്റ്റാർട്ടിംഗ് ഫേസ്, ഇനീഷ്യൽ ഫേസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഈ ഇപ്പം ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിന്റെ ഈ കോമൺ എൻട്രൻസ് ടെസ്റ്റ് ഓൾറെഡി ക്ലിയർ ചെയ്തിട്ടുള്ള കുട്ടികൾ, അവർക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അവർക്ക് സ്പോൺസർഷിപ്സ് ഇല്ല. ഈ സ്പോൺസർഷിപ്സ് ഇല്ലാത്ത കേസിൽ ഇവരെന്ത് കഷ്ടപ്പാടാണ് ഉണ്ടാവുക വെച്ചാൽ ഒരു കാൻഡിഡേറ്റിന് ഇപ്പൊ സ്പോൺസർഷിപ്പ് ഇല്ല. ഇപ്പൊ IMUCT പേരിൽ ഏതൊന്നും ഒരു ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് അപ്രൂവ് ചെയ്ത കോളേജിൽ പോയി പഠിക്കും. ബട്ട് അഗെയിൻ ദേ ആർ നോട്ട് ഗോയിങ് ടു ഗെറ്റ് എനി ജോബ്. അതാണ് ഏറ്റവും സാഡുള്ളൊരു പാട്ട്. അതായത് എല്ലാം കോഴ്സ് അടക്കം കംപ്ലീറ്റ് ചെയ്ത് പഠിച്ച് പുറത്തിറങ്ങുന്ന ഒരു കുട്ടി, അവർക്ക് ജോബില്ല. അതുകൊണ്ടാണ് ഈ ഒരു കമ്പനി നമ്മളെ ആദ്യം സ്പോൺസർ ചെയ്യണമെന്ന് എപ്പം പറയുന്നത്. അപ്പൊ ഈ ഒരു ഐഡിയ എല്ലാരും മനസ്സിലാക്കും. അപ്പൊ എനിക്ക് തോന്നുന്നു ഇനി അടുത്ത് നമുക്ക് ക്വസ്റ്റ്യൻ സെഷനിലേക്ക് കടക്കാന്ന് കേൾക്കുന്നത്. ഹലോ, ഓഡിബിൾ അല്ലേ ഞാൻ? കിട്ടുമോ സർ? മറൈൻ എഞ്ചിനീയറിംഗിന് സ്പോൺസർഷിപ്പ് കിട്ടുമോ കോഴ്സിന്? മറൈൻ എഞ്ചിനീയറിംഗിന്റെ സ്പോൺസർഷിപ്പ് നമുക്ക് കിട്ടും. ഇപ്പം ഈ പറയുന്ന ആംഗ്ലോ ഈസ്റ്റേൺ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം അവർ ഓൾറെഡി ആംഗ്ലോ ഈസ്റ്റേൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ എയിം എന്ന് പറഞ്ഞാൽ ആംഗ്ലോ ഈസ്റ്റേൺ മെരിടൈം അക്കാഡമി. അപ്പം ഈ ആംഗ്ലോ ഈസ്റ്റേൺ മെരിടൈം അക്കാഡമി നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അപ്പൊ അവിടെ ഓൾറെഡി ബിടെക് മറ്റേ മെറീൻ എഞ്ചിനീയറിംഗിന്റെ പ്രോഗ്രാം, അവിടെ മെറീൻ എഞ്ചിനീയറിംഗ് പ്രോഗ്രാം അല്ല. ഇപ്പൊ ഒരു കുട്ടി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്ത് വന്നയാൾക്ക് മെറീനിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാം. അത് എന്ന് വെച്ചാൽ ഒരു കുട്ടി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്തു, അപ്പൊ അദ്ദേഹത്തിന് മെറീൻ എഞ്ചിനീയറിംഗിലേക്ക് മാറണമെങ്കിൽ ഒരു 8 months കോഴ്സ് ഉണ്ട് ആംഗ്ലോ ഈസ്റ്റേണിൽ. അപ്പൊ 8 months പഠിച്ചതിന് ശേഷം പിന്നെ റൂട്ട് സെയിം ആയി. ആദ്യം അഗൈൻ ഹിൽ ജോയിൻ ആസ് എ എഞ്ചിനീയറിംഗ് കാഡറ്റ്. അല്ലാതെ മെറീൻ എഞ്ചിനീയറിംഗ് കോളേജസ്, നല്ല കോളേജസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ കൊച്ചിയിലുണ്ട്, പിന്നെ കുസാറ്റ്, അവിടെ മെറീൻ എഞ്ചിനീയറിംഗ് ഒരുപാട് ആൾക്കാർ പ്ലേസ് ആയിട്ടുണ്ട്. പിന്നെ മേഴ്സ്കിന്റെ അത് BSc നോട്ടിക്കൽ സയൻസ് ആണ്. എമറ്റ് എന്ന് പറഞ്ഞ കോളേജസ് ഒക്കെ നല്ല കോളേജാണ്. പിന്നെ തൊലാനി, ഇതുപോലത്തെ കമ്പനീസ് ഒക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതാണ് ഈ മെറീൻ എഞ്ചിനീയറിംഗിന്റെ ഈ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരു കാൻഡിഡേറ്റ് ആകുമ്പോൾ ബിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് മാത്രമേ ആംഗ്ലോ ഈസ്റ്റേൺ ഓഫർ ചെയ്യുന്നുള്ളൂ. സ്പോൺസർഷിപ്പ്, യെസ്, സ്പോൺസർഷിപ്പ് നമുക്ക് കിട്ടും. പക്ഷെ ബേസിക്കലി മെറീൻ എഞ്ചിനീയറിംഗ് പ്രോഗ്രാംസിനെ ജനറലി കണ്ടുവരുന്നത് കമ്പനി നല്ലൊരു കോളേജിൽ പഠിക്കുമ്പോൾ ഒരു 2nd or 3rd yearൽ സം കമ്പനീസ് കം, സം ഓഫ് ദം വിൽ ഗെറ്റ് സെലക്ടഡ്. പക്ഷെ ഇപ്പം ഒരു മെക്കാനിക്കൽ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ കഴിഞ്ഞ ഒരാൾക്ക് ഇലക്ട്രിക്കൽ ടെക്നിക്കൽ ഓഫീസർ എന്ന് പറഞ്ഞ ഒരു റാങ്കിലേക്ക് ഷിപ്പിലോട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. അവര് അതും ഈ ഒരു കൺവേർഷൻ കോഴ്സും ഇവിടെ ആംഗ്ലോ ഈസ്റ്റേൺ മെരിടൈം അക്കാഡമിയിലുണ്ട്. ബട്ട് ഗെറ്റിംഗ് ഇൻ ടു ആംഗ്ലോ ഈസ്റ്റേൺ AMI ഇസ് റിയലി ഡിഫിക്കൽട്ട്. അതല്ലാതെ നമ്മുടെ ഒരുപാട് നല്ല കോളേജസ് എന്ന് പറയുമ്പോൾ എമറ്റ് നല്ല കോളേജാണ്, തൊലാനി നല്ല കോളേജാണ്. അവർ ഈ പ്രോഗ്രാംസ് ഒക്കെ ഓഫർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മീൻസ് നമുക്ക് എൻക്വയറി ചെയ്യേണ്ടതുണ്ട്. ബട്ട് ബേസിക്കലി സ്പോൺസർഷിപ്പ് നിങ്ങൾക്ക് ഓൾറെഡി സെലക്ട് കിട്ടാവുന്നതുണ്ട്. പക്ഷെ DNSഉം BSc നോട്ടിക്കൽ സയൻസിലാണ് കൂടുതൽ മീൻസ് ആദ്യം തന്നെ നിങ്ങളെ സെലക്ട് ചെയ്യുന്നത്. ബാക്കി നിങ്ങൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമോ അല്ലെങ്കിൽ ഇനീഷ്യലി സം കമ്പനീസ് ആർ ഡൂയിങ്, ബിക്കോസ് ഈ 3 years ഡ്യൂറേഷന്റെ നടുക്ക് നിങ്ങളെ എക്സാംസ് ഒക്കെ ക്ലിയർ ചെയ്യുന്ന ഒരു ക്രൈറ്റീരിയയും കൂടി അവരെ ചെക്ക് ചെയ്യാനുണ്ട്. ഹലോ, അഭിഷേക് സർ. ഹലോ,
hello, Yeah, hello. it was so nice listening to you. All the points are crystal clear. Now, sir, എൻ്റെ ഡൗട്ട് എന്താ വെച്ചാൽ ഒരു സാധാരണ നല്ല സ്മാർട്ട് പഠിക്കാൻ സ്മാർട്ടാണ്, പക്ഷെ ഫിനാൻഷ്യലി അത്ര ഫിനാൻഷ്യൽ ബാക്കപ്പ് ഒന്നും ഇല്ലാത്ത ഒരു സ്മാർട്ട് സ്റ്റുഡൻറ്, അവനെ സംബന്ധിച്ചിടത്തോളം വലിയ ചെലവേറിയ ഒരു മാർഗമല്ലത് അവന് ഇത്തരത്തിലൊരു ഫീൽഡിലേക്ക് എത്താൻ ആഗ്രഹിക്കാൻ കഴിയുമോ എന്നാണ് ഇതിൻ്റെ ഒരു ഫിനാൻഷ്യൽ സൈഡ് വരുന്നത്. മറ്റൊന്ന്, ഈ DNS മാത്രം ചെയ്ത് ഒരു കുട്ടി ഈ ഫീൽഡിലേക്ക് വരുന്നതിനേക്കാൾ നല്ലത് ഒരു മറൈൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് വരുമ്പോൾ എങ്ങാനും ഈ ഫീൽഡിൽ അവന് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ മറ്റൊരു കരിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ അതായിരിക്കുമല്ലേ കുറച്ചും കൂടെ ഉചിതം? ഓക്കെ, നല്ല ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിന്റെ കാര്യം, ഈ ഐ നോട്ട് സേ മർച്ചന്റ് നേവിയിൽ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ഭയങ്കര ഈസിയാണ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഒരുപാട് സപ്പോർട്ട് ഇല്ല. എൻ്റെ ഒരു മീൻസ് ഞാൻ എൻ്റെ DNS പ്രോഗ്രാം ചെയ്യുമ്പോൾ ദാറ്റ് ടൈം ഇറ്റ് വാസ് അറൌണ്ട് 5.5 lakhs ഇൻ എൻ ഇയർ. 5.5 ലക്ഷമായിരുന്നു ഒരു വർഷത്തെ എൻ്റെ ഫീസ് ഓവറോൾ. അപ്പം ഇന്നത് 6.57 ആണ്. ആംഗ്ലോ ഈസ്റ്റേൺ എന്ന് പറഞ്ഞ കമ്പനി. പക്ഷെ 2 lakhs ഇതേ കോഴ്സ് ചെയ്യുന്ന മീൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. അപ്പം ഇത് ആക്ച്വലി ഇത് വലിയൊരു എമൗണ്ട് ആണോ എന്ന് വെച്ചാൽ ലിറ്ററലി എനിക്കത് ഇന്നും ഡൗട്ടാണ്. കാരണം എനിക്ക് ആ ടൈം ഞങ്ങൾ ഈ കോഴ്സ് ചെയ്യുന്ന ടൈം എനിക്ക് ഭയങ്കര വലിയ എമൗണ്ട് ആയിട്ടാണ് തോന്നുന്നത്. കാരണം പക്ഷെങ്കിൽ ഇമ്മീഡിയറ്റ് നമുക്ക് കിട്ടുന്ന സ്റ്റൈപ്പൻഡ് ഒരു 18 months നമ്മൾ കഴിയുമ്പോൾ ആ സ്റ്റൈപ്പൻഡ് നമുക്ക് ഓക്കെയാണ്. പിന്നെ വേറെ ഇതിന്റെ കൈൻഡ് ഓഫ് സ്പോൺസർഷിപ്സ് ഒന്നും എനിക്കൊന്ന് ഇതെങ്ങനെ വിമൻ കാഡറ്റ്സ് ഇപ്പൊ ഗേൾസ് ആണ് വരുന്നതെങ്കിൽ മീൻസ് വിമൻ എംപവർമെന്റിന്റെ ഭാഗമായിട്ട് 50% സ്കോളർഷിപ്പ് ഫീസ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ലാസ്റ്റ് ഇയർ വരെ ഞാൻ അറിഞ്ഞ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒരു ബോയ്, ഒരു പഠിക്കാൻ നല്ല കുട്ടിയായ ഒരു ചെക്കൻ അങ്ങനെ ഒരു സപ്പോർട്ട് എടുക്കുന്നില്ല. അതർ ദാൻ ഹി ഹാസ് ടു ടേക്ക് ലോൺ. ഇപ്പൊ ലോൺ എടുക്കാം, ലോൺ എടുത്തിട്ട് അത് പഠിച്ച് മറ്റേ പഠിച്ചതിന് ശേഷം ആ കുട്ടിക്ക് പിന്നെ മീൻസ് ഓഫീസർ ആയതിനു ശേഷം റീപേ ചെയ്യാം. പക്ഷെ എന്നാലും വാസ്റ്റ് എമൗണ്ട് നിങ്ങൾക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം മെർച്ചന്റ് നേവി നമ്മുടെ ഒരു കരിയർ പ്രോസ്പെക്ട്സ് വെച്ചിട്ട് ഒരു യങ് ഏജിൽ നമ്മുടെ ലൈഫ് സെറ്റിൽഡ് ആവുന്നുണ്ട്. അതായത് ഈ ഗ്ലോറിഫൈഡ് ആയ നമ്മളിപ്പം ട്രഡീഷണൽ ബിടെക് അല്ലെങ്കിൽ ഡോക്ടർ ഇതൊക്കെ പഠിക്കാനുള്ള എക്സ്പെൻസ് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മളെ ചുറ്റും നോക്കിയാൽ തന്നെ ഈ 4 years എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ജോബ് ഇല്ലാതെ ഇഷ്ടം പോലെ ആൾക്കാരാണ്. അതും അല്ലെങ്കിൽ ദേ ഹാവ് ടു സ്റ്റാർട്ട് വർക്കിംഗ് ഫോർ സംതിങ് ലൈക്ക് 15,000 20,000. അപ്പൊ ആ ഒരു സാലറി മീൻസ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടി കമ്പാരിറ്റീവ്ലി മച്ച് ഈസിയർ ആണ്. പക്ഷെ നമ്മൾ ഒറ്റയടിക്ക് വലിയൊരു എമൗണ്ട് കൊടുക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് ഇറ്റ്സ് ലൈക്ക് വെരി ഡിഫിക്കൽട്ട്. ബട്ട് ഒരിക്കൽ ഫസ്റ്റത്തെ ഈ ഇൻവെസ്റ്റ്മെന്റിന് ശേഷം ബേസിക്കലി ആ കാൻഡിഡേറ്റ് പിന്നെ അവരുടെ പാരന്റിന്റെ അടുത്ത് നിന്ന് പൈസ ചോദിക്കുന്നില്ല. പിന്നെ ത്രൂ ഔട്ട് ഹിസ് ലൈഫ് ഈസ് ഏർണിംഗ് ഹിസ് ഓൺ. ഇത് എനിക്ക് പറയാൻ പറ്റുന്ന വെച്ചാൽ ഞാൻ എന്റെ ലൈഫ് ഇങ്ങനെയാണ് ജീവിച്ചിരുന്നത്. അപ്പം ഐ നോ ഹൗ ഇറ്റ് വിൽ ബി. പക്ഷെ രണ്ടാമത്തെ ഒരു പാർട്ട് മെറീൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം എടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ഷിഫ്റ്റ് ചെയ്യാൻ ഈസി അല്ലേ. അതിപ്പം BSc നോട്ടിക്കൽ സയൻസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം കഴിഞ്ഞൊരു കാൻഡിഡേറ്റ് ഇഫ് ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ്, അപ്പൊ അവർക്ക് BSc ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ അവരുടെ കയ്യിലും ഡിഗ്രി ഉണ്ട് BSc. അതുപോലെ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചിറങ്ങുന്ന കാൻഡിഡേറ്റിന്റെ കയ്യിലും ഡിഗ്രി ഉണ്ട്. ഈ 2 കാൻഡിഡേറ്റ്സിനും അവർക്ക് ഇഷ്ടപ്പെട്ട മേഖലയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് ഞാൻ പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിന് പോകേണ്ട ഡിഗ്രി ഉണ്ട്. കാരണം ബേസിക്കലി മെറീൻ എഞ്ചിനീയറിംഗ് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ ഇറ്റ്സ് മോർ റിലേറ്റഡ് ടു മെറീൻ, കപ്പലിന്റെ ജോലി, അങ്ങനത്തെ കാര്യങ്ങൾ, എഞ്ചിന്റെ പ്രവർത്തനം. ബട്ട് യു ഹാവ് എൻ എഞ്ചിനീയറിംഗ്. ഇവിടെ നിങ്ങൾക്ക് ഒരു ഡിഗ്രി ഉണ്ട്. അപ്പൊ നിനക്ക് ഓക്കെ അടുത്തത് കഴിഞ്ഞു വല്ല ലോജിസ്റ്റിക്സ് MBA അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് പോകേണ്ടിക്ക് പോവാം. പക്ഷേങ്കിൽ അത് നമുക്കൊരു 100% മീൻസ് നിങ്ങളുടെ ഐഡിയൽ പ്രൊഫഷനിൽ നിന്ന് മാറിയിട്ട് അതിന്റെ ഒരു സബ് പ്രൊഫഷനിലേക്കാണ് പോകുന്നത്. ഇപ്പം അങ്ങനെ പറയാം, ഇപ്പൊ BSc നോട്ടിക്കൽ സയൻസ് സെക്കൻഡ് മേറ്റ്സ് ആയ എന്റെ ഫ്രണ്ട്സ് ഒരു പൈലറ്റിന്റെ കോഴ്സ് ചെയ്തിട്ട് ഇപ്പം ഗുജറാത്ത് കാൺലയിൽ പൈലറ്റായി വർക്ക് ചെയ്യുന്നു. അതായത് ആ കാൻഡിഡേറ്റ് മീൻസ് സെയിൽ ചെയ്ത് 3rd ഓഫീസറായി 2 കോൺട്രാക്ട് അടിച്ചപ്പോൾ ഹി വാസ് നോട്ട് ഇൻട്രസ്റ്റഡ് റിയലി ഇൻ ദിസ്. അപ്പം പുള്ളി ഗെറ്റ് ഡൗൺ ആയി. പിന്നെ അത് വന്ന് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് വെച്ചാൽ പൈലറ്റിന്റെ ട്രെയിനിങ്. ഈ പൈലറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഷിപ്പ് പൈലറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എങ്ങനെ പറയാം, ഒരു ഷിപ്പിനെ പോർട്ടിലേക്ക് എത്തിക്കണം. അപ്പൊ പോർട്ടിലേക്ക് എത്തിക്കുമ്പോൾ ഷിപ്പിനെ ഫുൾ മറ്റേ വാട്ടേഴ്സ് ആക്ച്വലി ആ ടെറിട്ടോറിയൽ വാട്ടർ വരെ എത്തിക്കഴിഞ്ഞ് ഏകദേശം ഇൻസൈഡ് ആങ്കറേജ് ഏരിയയിൽ എത്തുമ്പോൾ ഷിപ്പ് അവിടെ ആങ്കർ ചെയ്ത് വെക്കും. അതിനുശേഷം പിന്നെ ഒരു ലോക്കൽ പേഴ്സൺ ഹു നോസ് ദ കണ്ടീഷൻ അയാൾ വന്നിട്ട് മീൻസ് ഈസ് എൻ അസിസ്റ്റന്റ് ടു ബ്രിഡ്ജ് ടീമിന് ഒരു അസെറ്റായി വന്ന് ഈ ഷിപ്പിലെ മീൻസ് ആ ബർത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ആളാണ് ഈ പൈലറ്റ്. അതായത് ജസ്റ്റ് ആ ഒരു ആങ്കറേജ് എന്ന് വെച്ചാൽ ഷിപ്പ് മറ്റേ ഓപ്പൺ സീൻ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് എവിടെയാണോ റെസ്റ്റ് ചെയ്യുന്നത് മീൻസ് അവരുടെ ബർത്തിലേക്ക് അവൻ പോർട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള
ആ ഒരു ടൈമിലെ വെയിറ്റിംഗ് ആണ്. അപ്പം ആ ഒരു ടൈം തൊട്ട് ഇവിടെ നിന്ന് ഇപ്പൊ മീൻസ് ഫ്രം ദ ആങ്കറേജ് ടു ബർത്ത് ചെയ്യുന്ന ആളാണ് ഷിപ്പ്. അപ്പൊ ഹി ഹാസ് ടു ബി എക്സ്പെർട്ടൈസ് ആ ലോക്കൽ കണ്ടീഷൻസ്, വെദർ, ഇങ്ങനെയുള്ള ഒരുപാട് സിറ്റുവേഷൻസിനെ മനസ്സിലാക്കണം. ബട്ട് ഈസ് ഏർണിംഗ് വെരി ഗുഡ്. അപ്പം നമുക്ക് അങ്ങനെ ഈ ഒരു ഫീൽഡിൽ നിന്ന് ഡിഫറെന്റ് ആയി. അതേപോലെ തന്നെ ഒരു മെറീൻ എഞ്ചിനീയർക്ക് യെസ് ഹി ക്യാൻ റിയലി ഗെറ്റ് കൺവേർട്ടഡ് ഇൻ ടു സംതിങ് എൽസ്, വിൽ ഗെറ്റ് എ ജോബ്. ബട്ട് ഇപ്പം നമ്മൾ ഈ പഠിക്കുന്ന ഈ ഒരു കോഴ്സസ് ബേസിക്കലി മെർച്ചന്റ് നേവി റിലേറ്റഡ് കൂടുതലായതുകൊണ്ട് തന്നെ നമ്മുടെ ജോബ്സും കൂടുതൽ ഇതില്. അപ്പം നമ്മുടെ മെയിൻ സെറ്റ് ഓഫ് ജോബ് നിന്ന് മാറിയിട്ട് താഴോട്ടേക്ക് പോകുമ്പോൾ ഡെഫിനറ്റ്ലി വി ആർ നോട്ട് ഗുഡ് ടു പേ. അപ്പൊ ഒരു മെറീൻ എഞ്ചിനീയർ ഒരു ചീഫ് എഞ്ചിനീയർ ആകുമ്പോൾ ഏൺ ചെയ്യുന്ന 10 lakhs ഡെഫിനറ്റ്ലി ഈസ് നോട്ട് ഗോയിങ് ടു ഗെറ്റ് എനിവെയർ ഈവൺ ഇഫ് ഹി ഗെറ്റ്സ് കൺവേർട്ടഡ്. അത് അല്ലേ പിന്നെ നമ്മുടെ നാട്ടിലേക്ക് വന്ന ട്രഡീഷണൽ പിന്നെ കമ്പ്യൂട്ടർ എഞ്ചിനീയർ, ഇപ്പൊ കുറെ ആൾക്കാർ മെക്കാനിക്കൽ എഞ്ചിനീയർ പഠിച്ചിട്ട് പിന്നെ IT എഞ്ചിനീയർ ഒക്കെ ആയി വർക്ക് ചെയ്യുന്നില്ല. അതുപോലത്തെ ഒരു ആസ്പെക്ടിൽ യെസ്. ബട്ട് ഐ ഡോണ്ട് തിങ്ക് രണ്ടിലും എല്ലാത്തിനും ഇപ്പൊ മെക്കാനിക്കൽ മെറീൻ എഞ്ചിനീയറിംഗ് ആയതും BSc നോട്ടിക്കൽ സയൻസ് ആയാലും നമുക്ക് ഒരു ഡിഗ്രി ഉണ്ട്. ലെറ്റ്സ് ഡു സംതിങ് എൽസ് ഇഫ് യു ആർ നോട്ട് ഇൻട്രസ്റ്റഡ്. പിന്നെ ജസ്റ്റ് DNS മാത്രം എടുത്തൊരു കാൻഡിഡേറ്റ് ആണെങ്കിൽ നോ, ഹി ക്യാൻ നോട്ട് ഡു എനിത്തിങ്. ബട്ട് സ്റ്റിൽ ഹി ക്യാൻ ഗോ ഫോർ ഹയർ സ്റ്റഡീസ് ബിക്കോസ് ഗവൺമെന്റ് പറയുന്നത് ഇവരുടെ സെക്കൻഡ് മീൻസ് ലൈസൻസ് ഈസ് ഇക്വലൻ ടു ദിസ് BSc നോട്ടിക്കൽ സയൻസ് ഡിഗ്രി. അങ്ങനെ ഒരു ആസ്പെക്ട് ഉണ്ട്. ബട്ട് ബേസിക്കലി ദേ നീഡ് എ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഫ്രം എനി കോളേജ്. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയിരുന്നു? Yeah, it was very clear. Very clear. Thank you so much. Thank you. Any other questions? സാറേ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. പറ. എന്താ ഈ വർഷത്തെ ഇപ്പൊ CET ക്ലിയർ ആയ ഒരു കുട്ടിക്ക് ഇനി അതിന് ഏതെങ്കിലും കമ്പനിയിൽ സ്പോൺസർഷിപ്പ് കൊടുക്കാൻ അവസരം ഉണ്ടോ? യെസ്. ഈ വർഷം IMU CET ക്ലിയർ ആയ കുട്ടിക്ക് ഈ 2027 ഫെബ്രുവരി വരെ അവന്റെ വാലിഡ് ആണ്. He can really get into this college. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നമ്മുടെ റേഡിയൻ സ്റ്റഡി സെന്റർ ഈ മാവൂർ റോഡ് കാലിക്കറ്റില് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മാവൂർ റോഡ് കാലിക്കറ്റ് ആ കോഫി ഹൗസിന്റെ മേലെ. അപ്പം ഇങ്ങനത്തെ ഒരു കോളേജസിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് നിനക്ക് മീൻസ് ഈ IMU CET കാൻഡിഡേറ്റ് ക്വാളിഫൈ ആയ കാൻഡിഡേറ്റിന് ബേസിക്കലി സ്പോൺസർഷിപ്പ് ട്രെയിനിങ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അപ്പൊ കംപ്ലീറ്റ് മോക്ക് ഇന്റർവ്യൂസ് ആയിരിക്കും. നിന്റെ മീൻസ് ഈ പഠിച്ച മെമ്മറീസ് ഒക്കെ റീഫ്രഷ് ചെയ്യും. അപ്പൊ ടിപ്പിക്കലി ഇറ്റ് വിൽ ബി ലൈക്ക് എ റിയൽ ഇന്റർവ്യൂ. അപ്പൊ അവിടെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ പോലത്തെ ഫുൾ ഇന്റർവ്യൂ. അതായത് ആ കാൻഡിഡേറ്റിന് സ്റ്റിൽ അവന്റെ IMU CET റാങ്ക് എത്രയായാലും മീൻസ് ഇഫ് യു റിയലി വാണ്ട് ടു ഗെറ്റ് ഇൻ ടു എനി കോളേജ് ഇൻ 2027 ഫെബ്രുവരി ആ കുട്ടിക്ക് അത് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ സെന്ററിൽ പോവാം, അവരുടെ സംസാരിക്കാം, പിന്നെ സ്പോൺസർഷിപ്പിന്റെ ബാച്ചിൽ എൻറോൾ ചെയ്തിട്ട് പിന്നെ ഐ തിങ്ക് ഫെബ്രുവരി ഒരു ടൈം ഉണ്ട്, ഒരു ജാനൊക്കെ ആകുമ്പോൾ ഇത് ഓപ്പൺ ആവും. ആ ഒരു ടൈം വരെ ഫുള്ളായി എഫേർട്ട് ചെയ്ത് വർക്ക് ചെയ്ത കുട്ടിക്ക് ഡെഫിനറ്റ്ലി ഈസ് ഗോയിങ് ടു ഗെറ്റ് ഇൻ ടു സം ഗുഡ് കോളേജസ്. ബട്ട് ഫെബ്രുവരിക്ക് ശേഷം യു വിൽ അഗെയിൻ ഹാവ് ടു റൈറ്റ് ദ IMU CET. വീണ്ടും IMU CET എക്സാംസ് എഴുതേണ്ടി വരും. പിന്നെ ആദ്യം ക്വാളിഫൈ ഉണ്ട്. അപ്പം ഈ ഒരു കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഒരു നല്ല റാങ്ക് നമുക്ക് IMU CET ഇറ്റ്സ് ഗുഡ്. പക്ഷേ സ്പോൺസർഷിപ്പ് അത്രയും ഇക്വലന്റ് ആണ്. അതാണ് നമുക്ക് ഇപ്പം കോമ്പറ്റീഷൻ. ഏർലിയർ ഇറ്റ് വാസ് നോട്ട് ലൈക്ക്. ഇപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് ഈ റേഡിയൻസിനൊക്കെ സജസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ കോമ്പറ്റീഷൻ ഭയങ്കര ടഫായി. ഇപ്പോൾ പീപ്പിൾ ഈ പോസ്റ്റ് കോവിഡിന് ശേഷം എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ബാക്കി എല്ലാവരും അൺഎംപ്ലോയിഡ് ആയപ്പം ഷിപ്സ് വേ മൂവിങ്. അപ്പം സോ പീപ്പിൾ വേർ അണ്ടർസ്റ്റാൻഡിങ്. മറ്റേ ബാക്കി ജോബ്സ് ഒക്കെ ഡിഫിക്കൽട്ട് ആയി തുടങ്ങിയപ്പം ഇതിന് മാത്രം സ്റ്റോപ്പേജ് ഇല്ല. എവരി വൺ, ഈവൻ ഇൻക്ലൂഡിങ് പൈലറ്റ്സ്, ഈ ഇൻഡിഗോ പോലത്തെ പൈലറ്റ്സ് ഒക്കെ അവർക്കൊക്കെ മന്ത്ലി ഒരു പ്രാവശ്യമൊക്കെ ആയിരുന്നു സെയിൽ ചെയ്യാൻ പറ്റിയിരുന്നത്, ഫ്ലൈ ചെയ്യാൻ പറ്റിയിരുന്നത്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ എത്രമാത്രം ഡിഫറെന്റ് ആണ്. അത് ഒരു മീൻസ് കീ വർക്കേഴ്സ് ആയിട്ട് മെർച്ചന്റ് നേവി ഓഫീസേഴ്സിനെ മെർച്ചന്റ് നേവി പ്രൊഫഷനെ അവര് അംഗീകരിച്ച് മീൻസ് ബാക്കിയുള്ള ടൈം ട്രാവൽ ചെയ്യാൻ റെസ്ട്രിക്ഷൻ ഉള്ള സമയം there were സ്പെഷ്യൽ ചാർട്ടേഡ് ഫ്ലൈറ്റ് ഫോർ ദീസ് പീപ്പിൾ. അപ്പം ആ ഒരു ഇതിന് ശേഷം people started thinking in a different way. Nowadays it's like most of them want to join merchant navy. But most of നമ്മുടെ ഇപ്പം ഈ കണ്ണൂർ, ഐ എം ബേസിക്കലി ഫ്രം തലശ്ശേരി. അപ്പം ഈ കണ്ണൂർ കാലിക്കറ്റ് ഈ ഒരു ഏരിയ ഇപ്പോൾ ഞാൻ അങ്ങനെ കൂടുതൽ കാണില്ല. ബട്ട് നോർത്തിൽ മീൻസ് ഞങ്ങൾ കൂടുതൽ സൗത്തിലോട്ട് പോകുമ്പം I can see lot of people just want to join merchant navy. ബിക്കോസ് അവര് കൂടുതൽ ആൾക്കാരും സാലറി മാത്രമാണ്. ഈ ഡിഫിക്കൽട്ടീസ് എന്താണെന്ന് അവര് അറിഞ്ഞത്. അതാണ് ആദ്യം നമ്മൾ ഡിഫിക്കൽട്ടീസ് ബ്രീഫ് ചെയ്തിട്ട്
ഇഫ് സ്റ്റിൽ യു ആർ ഇൻട്രസ്റ്റഡ്. അപ്പം ഞാൻ പറഞ്ഞത് നാഷിദ്, ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ 2027 ഫെബ്രുവരി ബാച്ചിൽ നിനക്ക് കയറി പറ്റാൻ പറ്റും. ഫെബ്രുവരി ബാച്ചിന്റെ സ്ട്രെങ്ത് കമ്പാരിറ്റീവ്ലി ലെസ് ആയിരിക്കും. ഇപ്പൊ ഓഗസ്റ്റും ഫെബ്രുവരി 2 ബാച്ച് ഉണ്ടാവുക. ഓഗസ്റ്റിൽ 160 കാൻഡിഡേറ്റ്സ് ആണ് ജനറലി ഒരു മീൻസ് ഒരു കോളേജസ് എടുക്കുന്നത്. ചിലർക്ക് അതിനേക്കാൾ കൂടുതൽ കപ്പാസിറ്റി ഉണ്ടാവും. ഫെബ്രുവരി ബാച്ച് അതിന് നേരിട്ട് പകുതിയാണ്. അപ്പൊ ബേസിക്കലി ആംഗ്ലോ ഹിസ്റ്ററി എന്ന് പറയുന്നത് 80, 160. അപ്പം ഇപ്പം സ്റ്റാർട്ടിങ് ഫ്രം ടുഡേ ഇഫ് യു റിയലി വാണ്ട് ടു ജോയിൻ. പക്ഷെ എനിക്ക് ഞാൻ പറയട്ടെ, ഒരു സ്പോൺസർഷിപ്പ് ഗൈഡൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആകുമ്പോൾ അവർ പറഞ്ഞുതരും, ഇങ്ങനെ ഒരു എക്സാം വരുന്നുണ്ട്, ഈ ഒരു കമ്പനിയുടെ ഇന്റർവ്യൂ വരുന്നുണ്ട്, ഇവിടെ ഇതുണ്ട്, ഇത് നിങ്ങൾ അപ്ലൈ ചെയ്യും. അപ്പൊ നമ്മൾ വിൽ മിസ് സംതിങ്. ബട്ട് ദീസ് പീപ്പിൾ ആർ കണ്ടിന്യൂസ്ലി ട്രാക്കിംഗ് എവിടെയാണ് ഇനി ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. മെഴ്സ് ലൈൻസ് വിളിച്ചിട്ടുണ്ട്, ഇപ്പം ഈ കോളേജസിന് ഓഫർ ഉണ്ട്. അപ്പം ഇതാകുമ്പോൾ ദേ ക്യാൻ ഗൈഡ് യു. നിങ്ങൾക്ക് അത് അടിച്ച് നിങ്ങളുടെ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ആ ഒരു 1 ഇയർ ഇറ്റ് വിൽ ബി ലൈക്ക് മീൻസ് നമ്മളിപ്പം ഓക്കെ ഐ വാസ് സംവൺ, ഞാൻ ഇതുപോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കാണ്ട് ജോയിൻ ചെയ്തതാണ്. ബട്ട് അന്ന് ഞാൻ പോകുമ്പോൾ ഒരു 10,000 15,000 ആപ്ലിക്കേഷൻ ഒരു 160 സോർട്ട് ചെയ്ത് നിർത്താം. ഇന്ന് അതേ സ്ഥലത്ത് ഒരു 1 lakh ആപ്ലിക്കേഷൻസ് ആണ് വരുന്നത്. അതിന്ന് 160 സോർട്ട് ചെയ്യുമ്പോൾ യു ഹാവ് ടു ബി ദ ബെസ്റ്റ്. അപ്പൊ ബെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓക്കെ വി ആർ സ്കിൽഡ്, നമ്മൾ സ്കിൽഡ് ആയിരിക്കും, നമുക്ക് വീട്ടിൽ വി ക്യാൻ ടോക്ക്, വി ക്യാൻ ഡു എവറിഥിങ് വി വാണ്ട്. ബട്ട് സംതിങ് നമ്മളൊരു ഡിഫറെന്റ് ഫീൽ നമുക്ക് ഇപ്പൊ വെൻ യു ആർ ഗെറ്റിംഗ് ഇൻ ടു എൻ ഇന്റർവ്യൂ റൂം. അപ്പൊ നീ ഒരു അറ്റംപ്റ്റ് ഒരു വ്യക്തി ഒരു അറ്റംപ്റ്റിന് വേണ്ടിയിട്ട് ഒരു ഇന്റർവ്യൂ റൂം കയറുമ്പോൾ there are some means criteria to be followed. നമുക്ക് ആ ഒരു assertiveness, the way we speak, how we are talking, അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ എല്ലാവരും മീൻസ് ദേ ആർ ജഡ്ജിങ് us. അപ്പം ഇതൊക്കെ നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എനിക്ക് തോന്നുന്നു. അതാണ് ഞാൻ പറയുന്നത്. ഞാൻ ബേസിക്കലി ഇപ്പം 11th 12th ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ഇപ്പോഴേ ഇഫ് ദേ ആർ സ്റ്റാർട്ടിങ് നൗ ജസ്റ്റ് ആഫ്റ്റർ 12th they can join. അപ്പം നാഷിദ്, ഞാൻ പറഞ്ഞത് ക്ലിയർ ആണെന്ന് കേൾക്കണം. ഓക്കെ സാർ, ക്ലിയർ ആണ്. ഓക്കെ, സാർ ഇത് എന്താ ഒരു നല്ലൊരു റാങ്ക് ഏകദേശം ഒരു ഏത് റേഞ്ചിൽ വരും ഇങ്ങനെ സ്പോൺസർഷിപ്പ് കിട്ടണമെങ്കിൽ? മാക്സിമം ഏത് റേഞ്ച് വരെ അല്ല റാങ്ക്? സോറി നാഷിദ്, ഒരിക്കലും റിപ്പീറ്റ് ആവും. സാർ പറഞ്ഞ സ്പോൺസർഷിപ്പിന് നല്ലൊരു റാങ്കിലെ ഒരാളെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സ്പോൺസർഷിപ്പ് കിട്ടുമെന്ന് സാർ പറഞ്ഞല്ലോ. അപ്പൊ ഒരു ഏകദേശം ഒരു ഏത് റേഞ്ച് വരെ അല്ലേ റാങ്കിന് ചാൻസ് ഉണ്ട് ഇങ്ങനെ? ഓക്കെ, സ്പോൺസർഷിപ്പിന്റെ കേസിൽ പറയുകയാണെങ്കിൽ ഈ IMSCET നമുക്കൊരു റാങ്ക് എനിത്തിങ് ലെസ് ദാൻ ചില കമ്പനീസ് സ്പെസിഫിക് ആണ് കേട്ടോ. ചില കമ്പനീസ് പറയുന്നത് ഇറ്റ് ഷുഡ് നോട്ട് ബി മോർ ദാൻ 2,000. ചില ഭയങ്കര സ്റ്റാൻഡേർഡ് കമ്പനീസ് പറയുന്നത് 5,000 മേലെയാണ് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ലൈക്ക് IMSCET ക്വാളിഫൈ എന്ന് പറഞ്ഞാൽ 22,248 ഒരു IMSCET റാങ്ക് ആണ്. ബട്ട് വിൽ യു ഗെറ്റ് ദ ബെസ്റ്റ് കമ്പനി? ഐ ഡോണ്ട് തിങ്ക്. പക്ഷെങ്കിൽ ഒരു 2,000 5,000 ഉള്ള ഒരു കുട്ടി ഡെഫിനറ്റ്ലി സ്റ്റാൻഡ് എ ചാൻസ്. പക്ഷെ ഒരു 1,000ഉം 500നും IMSCETക്ക് ഉള്ളിലുള്ള റാങ്ക് ആകുമ്പോൾ ഈവൻ തോ ഈ ഒരു കാൻഡിഡേറ്റിന്റെ ഫിസിക്സ് കെമിസ്ട്രി മാത്സിൽ പെർസെന്റേജ് കുറവാണെങ്കിൽ പോലും ഹി വിൽ ഗെറ്റ് എ അപ്പർ ഹാൻഡ് ഇഫ് ഹി സ്മാർട്ട് ഇൻ ദ ഇന്റർവ്യൂ. അപ്പം ഇതൊക്കെ ഒരു കൈൻഡ് ഓഫ് വെയിറ്റേജ് ആണ്. കമ്പനിക്ക് നമ്മളെ ബേസിക്കലി സെലക്ട് ചെയ്യണമെങ്കിൽ നീ IMSCET ക്വാളിഫൈ ചെയ്താൽ മതി. പക്ഷെ നിന്റെ IMSCET റാങ്ക് വളരെ നല്ലതും നിന്റെ PCMലുള്ള മാർക്ക് കുറച്ച് കുറവാണ്. അങ്ങനെയാണെങ്കിൽ കമ്പനി പറയും ഓക്കെ ലെറ്റ്സ് കൺസിഡർ ഇറ്റ് ബേസിക്കലി. അപ്പൊ ഏതെങ്കിലും ഒരു കാൻഡിഡേറ്റിന്റെ IMSCET റാങ്ക് വളരെ മോശമാണെന്ന് വെച്ചു, അത് ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു ചില കമ്പനിക്ക് ഗൈഡ് ലൈൻസ് ഉണ്ടാവും, ഇത്രയും മേലെ അപ്ലൈ ചെയ്യാനേ പാടില്ല. അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഒരു 5,000 ആണ് അവരെ കട്ട് ഓഫ് എങ്കിൽ ഒരു 5,000 റാങ്കിലുള്ള ഒരു IMSCET ഹോൾഡർ അവിടെ പോയി അപ്ലൈ ചെയ്ത്, ബട്ട് ഹി വാസ് സോ ഗുഡ് ഇൻ ഇന്റർവ്യൂസിൽ അയാൾ സൂപ്പറാണ്. അപ്പൊ പിന്നെ ഡെഫിനറ്റ്ലി കമ്പനി ഈ IMSCET റാങ്ക് ജസ്റ്റ് ഒരു ഗൈഡ് ലൈൻ മൂലം മാത്രമേ എടുക്കൂ. അപ്പൊ ഡെഫിനറ്റ്ലി ഗെറ്റ് സെലക്ട്. ഇപ്പൊ ഈ സ്പോൺസർഷിപ്പും IMSCETയും തമ്മിൽ ബേസിക്കലി വലിയ ബന്ധമില്ല. കാരണം ഈ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിന്റെ കോമൺ ഇൻട്രസ്റ്റ് നടത്തുന്നത് ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് ആണ്. അവർക്ക് എന്താണെന്ന് വെച്ചാൽ ഈ കൊല്ലം ഇന്ത്യയിൽ പഠിക്കുന്ന എല്ലാ കാൻഡിഡേറ്റ്സും ഈ എക്സാംസ് ക്ലിയർ ചെയ്യണം. മറ്റേ സ്പോൺസർഷിപ്പ് എന്ന് വെച്ചാൽ ബേസിക്കലി കമ്പനി ഈ ഒരു നാളെ നാഷിദ് എന്റെ ആംഗ്ലോ ഹിസ്റ്ററിലേക്ക് ഞാൻ എങ്ങനെ എടുക്കാൻ പറ്റും, വെദർ ഹി ഈസ് ക്വാളിഫൈഡ് ഫോർ ദാറ്റ്, ആ ഒരു ആംഗിളിൽ ചിന്തിക്കുന്നതാണ് ഇത്. ഇപ്പൊ നാഷിദ് എന്ന് പറഞ്ഞ കാൻഡിഡേറ്റ് ഇഫ് ഈസ് ഓക്കെ, അപ്പം സ്പോൺസർഷിപ്പ് ട്രെയിനിങ് ഓക്കെ. അപ്പൊ ആ ഒരു ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കണം. അതായത് നാഷിദിന് ഇപ്പൊ മേഴ്സ് ലൈൻസ് നല്ലൊരു കമ്പനിയാണ്. നാഷിദിന് മേഴ്സ് ലൈൻസിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്പോൺസർഷിപ്പ് ട്രെയിനിങ്. ബട്ട് നാഷിദിന് ഇന്ത്യയിലെ ഈ കൊല്ലം ഈ മീൻസ് പഠിക്കാൻ
അംഗീകാരം കിട്ടുന്നതാണ് ഇന്ത്യൻ മെരിടൈം യൂണിവേഴ്സിറ്റിന്റെ കോമൺ ടെസ്റ്റ്. പക്ഷെ നാഷിദിന്റെ റാങ്ക് വളരെ പൂർ ആകുമ്പോൾ മേഴ്സ്ക് പറയും വേണ്ട, നാഷിദിനെ വേണ്ട. ഇൻ കേസ് നാഷിദിന്റെ റാങ്ക് കുഴപ്പമില്ല, നല്ല റാങ്ക് ആണ്, മേഴ്സ്ക് പറയും ഓക്കെ ലെറ്റ്സ് കൺസിഡർ. ആ ഒരു മനസ്സിലായോ, ആ ഒരു ബാലൻസ് ഉണ്ട് ഇതിൽ. നാഷിദ് ക്ലിയർ ആണോ? ക്ലിയർ ആയി താങ്ക് യു. ഓക്കെ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? പിന്നെ ഇപ്പൊ ഗേൾ കാൻഡിഡേറ്റ്സ് ഭയങ്കര കൂടുതലായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ പ്രൊഫഷനിൽ. ഏർലിയർ ഇതൊരു മെൻസ് പ്രൊഫഷൻ ആയിട്ട് മാറ്റി വെച്ചതായിരുന്നു. പക്ഷേങ്കിൽ ഇപ്പൊ റീസെന്റ് ലാസ്റ്റ് ഒരു 5 years ലോട്ട് ഓഫ് ഗേൾസ് ആർ കമ്മിങ് ആൻഡ് ദേ ആർ റിയലി അഡാപ്റ്റിംഗ് ടു ദ ടു ബി വെരി ഭയങ്കര പ്രൗഡായിട്ട്. എനിക്ക് ഒരു ഗേൾ കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നു ഒറീസയിലുള്ള ഒരു കുട്ടി. ഷി വാസ് വെരി സ്മാർട്ട്. അപ്പം പീപ്പിൾ നൗഡേസ് ഗേൾസ് ആർ ഗെറ്റിംഗ് ഇൻ ടു ദിസ് ബേസിക്കലി ഓഫീസർ റാങ്കിലേക്കാണ് ഇപ്പൊ കൂടുതൽ കണ്ടുവരുന്നത്. അപ്പം ദേ ആർ വെരി സ്മാർട്ട്. എല്ലാ വർക്കും ഒരു മെയിൽ ചെയ്യുന്ന പോലെ തന്നെ ഈ പ്രൊഫഷനിൽ അവർ ചെയ്യുന്നുണ്ട്. സോ ആ ഒരു ഡിഫറൻസ് ഇല്ലാതെ തന്നെ, ആൻഡ് ദാറ്റ്സ് ദ റീസൺ ഞാൻ പറഞ്ഞ പോലെ ആ സ്കോളർഷിപ്പ് ഒക്കെ ഗേൾസിന് അവർ 50% കൊടുക്കാനുള്ള ഒരു ഡിഫറൻസ് എനിക്ക് ഇത് തന്നെയാണ്. അതർവൈസ് ദേ ആർ എംപവറിംഗ് ദ ഗേൾസ്. അത് IMOയുടെ പുതിയൊരു ഗൈഡ് ലൈൻസ് പ്രകാരം അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹലോ ഹലോ. അതാണ് ഫ്രണ്ടില് ഹലോ ആ ഹലോ ഹലോ. സാർ. ആ പറഞ്ഞോളൂ. എന്റെ മോന് +2 ഈ വർഷം കഴിഞ്ഞതാണ്. അപ്പൊ ഓന് ഇത് പഠിക്കാനാണ് താല്പര്യം. അപ്പൊ ഈ ഓക്കെ വർഷം എന്തെങ്കിലും ഉണ്ടോ പഠിക്കാൻ, കോച്ചിങ് ക്ലാസ് അങ്ങനെ എന്തെങ്കിലും? മാം, അതാണ് ഇപ്പം കാലിക്കറ്റ് ആണ്. മാമിന്റെ ഏരിയ എവിടെയാ? കോഴിക്കോട് പാലത്ത് നരിക്കുനി. കോഴിക്കോട്. അവിടെ മാം ഇപ്പം ഹലോ മാം, ഹലോ അവിടെ ഇപ്പം ഈ ഞാൻ പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ട്, ഈ റേഡിയൻസിന് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ അവിടെ ഇന്റർവ്യൂസ് ഒക്കെ എടുക്കാൻ പോകാറുണ്ട്. അപ്പം അവര് നല്ല റിലേഷൻ ഉണ്ട്, പക്ഷെ അവര് ആ ഒരു എഫേർട്ട് ഞാൻ കാണാറുണ്ട്. അവിടെ ഒരു ഡോക്ടർ മഞ്ജുഷ KV എന്ന് പറഞ്ഞ ഒരു സ്ത്രീയാണ് ഇതിന്റെ ഫൗണ്ടർ. ഷീ ഈസ് എ റിസർച്ച് സയന്റിസ്റ്റ് ആണ്. പുള്ളിക്കാരത്തി മുന്നേ ഷിപ്പിലൊക്കെ പോയിട്ടില്ലാണ്. അപ്പം അവിടെ ഈ കാലിക്കറ്റ് ഈ മാവൂർ റോഡ്, പിന്നെ ഈ ഇന്ത്യൻ കോഫി ഹൗസിന്റെ മുകളിലാണ് ഈ സ്ഥാപനം. അപ്പൊ അവിടെ മാം ഒന്ന് അവിടെ ജസ്റ്റ് പോയി സംസാരിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ഈ കുട്ടിക്ക് ഇവന് ഈ വർഷം പഠിച്ചു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് IMU CETക്ക് വേണ്ടിയിട്ടുള്ള നെക്സ്റ്റ് അടുത്ത ബാച്ച് വരുന്നത് ഇപ്പം എനിക്ക് തോന്നുന്നു ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്യും. അവരുടെ ബാച്ച് ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്യും. ജൂലൈ മിഡിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസ്. മാം ഒന്ന് അതുമായിട്ട് സംസാരിക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ അതിന്റെ കോണ്ടാക്ട് നമ്പർ ഞാൻ ചാറ്റ്സിൽ ഷെയർ ചെയ്യാം. അടുത്ത വർഷമല്ലേ ഈ IMU CET എന്ന് പറഞ്ഞ എക്സാം എഴുതാൻ കഴിയുള്ളൂ? മാം ഇനി ഇപ്പൊ ഓൾറെഡി ഇപ്പം ലാസ്റ്റ് ജൂണിലാണ് റിസൾട്ട് വന്നത് IMU CETന്റെ. ഇനി നെക്സ്റ്റ് ബാച്ച് എഴുതാൻ പറ്റുന്നത് അടുത്ത മന്തിലാണ്, മെയ് ജൂൺ ആ ടൈം തന്നെയായിരിക്കും. അടുത്ത വർഷത്തില് മെയ് ജൂണില് അല്ലേ? അതെ മാം, അതെ. അപ്പൊ കോച്ചിങ്ങിന്റെ എവിടാന്നുള്ള അറിയാൻ അവിടെ പോയി അന്വേഷിക്കാനല്ലേ പറഞ്ഞേ? മാം ഇത് ഈ സ്ഥലം വരുന്നത് ഇവിടെ KSRTC ബസ് സ്റ്റാൻഡിനടുത്ത് ഒരു ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട്, ഒരു മാവൂർ റോഡിൽ. അവിടെ അതിന്റെ മേലെയാണ് വരുന്നത്. ഞാൻ ആ എൻട്രൻസ് ഞാൻ ഇതിലേക്ക് ടൈപ്പ് ചെയ്തുതരാം ചാറ്റിൽ. ഓക്കെ ശരി. ഇത് ഫ്രണ്ടിലെ സീറ്റ് വെച്ച് ലോക്കാക്കല ഞാൻ ഇങ്ങനെ വെളിച്ചെണ്ണ കൊണ്ടുവരുമ്പോ ചെയ്യല്. ബാക്കിൽ വെച്ചാൽ ഹലോ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. നമ്മുടെ സമയമായിട്ടുണ്ട്. സർ, ഞാൻ അഭിഷേക് സാറിന് സ്നേഹപൂർവ്വം ഒരു റിക്വസ്റ്റ് വെക്കാനാണ്. ദാറ്റ് ഈസ് അഭിഷേക് സാർ, Yes, sir. we have an earnest request to you that you give more talks through different channels, because you look promising, very appealing, and your talk is also highly insightful and influential. I want to give more talks. ഒരുപാട് സംശയങ്ങൾ ദൂരീകരിക്കപ്പെട്ടു. എൻ്റെ സ്റ്റുഡൻസ് തന്നെ ധാരാളം +2 കഴിഞ്ഞ് IMU CET കോച്ചിങ്ങിന് പോവാണെന്ന് പറഞ്ഞു പോകും.
പക്ഷെ അവരൊക്കെ ചെയ്തൊരു മണ്ടത്തരം എന്താണെങ്കിൽ നേരത്തെ ഒരു സ്പോൺസർഷിപ്പ് കണ്ടെത്തുക എന്നുള്ള സംഗതി ഇതിൽ പ്രധാനമാണെന്ന് അവർക്കൊന്നും അറിയില്ലായിരുന്നു. 2-3 sir. വർഷം നഷ്ടപ്പെടുത്തിയതിന് ശേഷം ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു വന്ന ധാരാളം കുട്ടികളാണ്. സോ അത് വല്ലാത്തൊരു ഇൻസൈറ്റ് ആണ് ഷെയർ ചെയ്തത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. ഞാനും ഇത് കുറെ ഇതുപോലത്തെ ഡിഫിക്കൽട്ടീസ് ഇപ്പൊ നേരിടുന്ന കുട്ടികളെ കാണുമ്പോൾ തോന്നാറുണ്ട് സാർ. ഞാൻ എന്റെ സ്കൂളിൽ പഠിച്ച കുറെ കുട്ടികൾ എന്നെ ഇങ്ങനെ കോൺടാക്ട് ചെയ്ത് വിളിക്കാറുണ്ടായിരുന്നു. അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ ഓൾറെഡി ഏജൻസിന് പൈസ കൊടുത്തെന്ന് പറയുമ്പോൾ ശരിക്കും ഭയങ്കര ഷോക്കിംഗ് ആയിപ്പോയി. ഞാൻ പറഞ്ഞു കറക്റ്റായ റൂട്ടിലെ കൂടി എന്തുകൊണ്ട് നമ്മൾ പോയില്ല? യു ആർ മീൻസ് എല്ലാം നല്ലോണം പഠിക്കുന്ന കുട്ടി, +2 95 ഒക്കെ വാങ്ങിച്ച കുട്ടിയാണ്. ഈ ആഫ്റ്റർ ദാറ്റ് വാട്ട് ദേ ഡൂയിങ് ഈസ് ലൈക്ക് ജസ്റ്റ് ഏജൻസി അവർ പറയുന്ന പൈസ കൊടുത്ത് പിന്നെ ആ പാരന്റ്സ് ഒക്കെ വന്ന് വീട്ടില് ഇങ്ങനെ സങ്കടം പോലെ കരഞ്ഞു പറയുമ്പോഴാണ് മനസ്സിലാകുന്നത്. കാരണം എത്ര ഡിഫിക്കൽട്ട് ആണ് നോക്കണേ. കാരണം പൈസയും കൊടുത്ത് ഷിപ്പും ഇല്ല. നൗ ദേ ഈവൺ അൺഎംപ്ലോയിഡ്. അത് നല്ലോണം പഠിക്കുന്ന കുട്ടികൾ. ബട്ട് ഇങ്ങനത്തെ ഓരോ ട്രാപ്പില് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ്, അത് സിജി പോലത്തെ, ഞാൻ റീസെന്റ് ആണ് സിജി പോലത്തെ ഒരു സ്ഥാപനത്തിലൊക്കെ നടന്നത്. പക്ഷെ ഇതും ഭയങ്കര ഇൻസ്പയറിംഗ് ആയിരുന്നു. ഞാൻ അവിടെ സിജി കാലിക്കറ്റ് ഓഫീസിൽ വന്നപ്പോൾ എനിക്ക് ശരിക്കും മീൻസ് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിരുന്നു. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, അപ്പം ആ ഒരു എഫേർട്ട് കൈൻഡ് ഓഫ് പീപ്പിൾ ഇടുന്നത്, കാരണം ഇറ്റ്സ് ഗ്രേറ്റ്. കാരണം കുട്ടികളെ ജീവിതം എന്ന് പറയുമ്പോൾ ഒരു കരിയർ പോലെയാണ്. അപ്പൊ ഈ കരിയർ കറക്റ്റ് ആയിട്ട് ഗൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തന്നെ ദാറ്റ്സ് ഗ്രേറ്റ്. അപ്പം നിങ്ങളോടെല്ലാം ശരിക്കും ഹാറ്റ്സ് ഓഫ്. കാരണം ഇങ്ങനെ ഒരു മീൻസ് കാര്യം മെയിൻറ്റെയിൻ ചെയ്യുക, പീപ്പിളിനെ അത് അവെയർ ആക്കുക. യു ആർ ഡൂയിങ് ഗ്രേറ്റ് ജോബ്. ഇനി ആർക്കും ഒന്നും ചോദിക്കാനില്ലെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാമെന്ന് തോന്നുന്നുണ്ട്. ഗുഡ് മോർണിംഗ് സർ. ഹലോ. യെസ്, ചോദിച്ചോളൂ. ഹലോ സാർ ഇപ്പൊ പറഞ്ഞ പോലെ ഇപ്പൊ ഞാൻ എന്റെ മകൻ ഇപ്പൊ +2 കഴിഞ്ഞു. ഞാൻ IMUCT എഴുതിച്ചു. നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. ഇൻട്രസ്റ്റഡ് ആയിരുന്നു മറൈൻ എഞ്ചിനീയറിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു സർ. അപ്പോൾ അവന് റാങ്ക് ഉണ്ട്, അവൻ ക്വാളിഫൈഡ് ആയിട്ടുണ്ട്. ബട്ട് ഞങ്ങൾക്ക് സ്പോൺസർഷിപ്പിനെ പറ്റിയിട്ട് അടുത്തിടെ മോന്റെ എക്സാം സമയത്ത് തന്നെയാണ് ഇത് അറിഞ്ഞുള്ളൂ. പക്ഷെ ഈ ആംഗ്ലോ ഈസ്റ്റേൺ കമ്പനി അതൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ആ സമയം സ്പോൺസർഷിപ്പിന്റെ. ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് മറൈൻ എഞ്ചിനീയറിംഗ് കോഴ്സിന് വേണ്ടിട്ട്. ഇപ്പൊ സാറ് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഏജൻസിനെ നോക്കി ഞങ്ങള് ഇപ്പൊ മറ്റു എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. ബട്ട് ഞങ്ങളിപ്പോഴും എന്ത് ചെയ്യണം, ഇനി നെക്സ്റ്റ് എന്താണ് എന്നുള്ള ഒരു ഇതിൽ നിൽക്കുകയാണ് സാർ സത്യത്തില്. ഇനിയിപ്പോ 1 ഇയർ ഞാൻ മോനെ എഗെയിൻ കോച്ചിങ്ങിന് വിടണോ ഈ സ്പോൺസർഷിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇനി എന്താണ് വേറെ ജോയിൻ ചെയ്യിക്കണോ എന്നുള്ള ഒരു ഇതില്. ഇപ്പൊ സാർ ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ ടോക്കിലാണ് ഞാനിപ്പോ എന്ത് ചോദിക്കണം എന്നറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പൊ ഞാൻ മകനിപ്പോ എന്ത് ചെയ്യണം, 1 ഇയർ ഞാൻ അവനെ കോച്ചിങ്ങിന് വിടണോ എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു സാർ. മറൈൻ എഞ്ചിനീയറിംഗ് ആണ് മോൻ അത്രയും ഇതായിട്ട് നിൽക്കുന്നതും. അവന് 90% മാർക്ക് ഉണ്ട്. എന്താ സാർ ചെയ്യേണ്ടത് സത്യത്തിൽ? മാം ഇത് മീൻസ് അവന് മീൻസ് ഇഫ് ഈ മർച്ചന്റ് നേവിയിൽ മറൈൻ എഞ്ചിനീയറിംഗ് തന്നെ വേണമെന്നില്ല ഒരു ക്രൈറ്റീരിയ ആണെങ്കിൽ ഇപ്പൊ മാം പറഞ്ഞ പോലെ. പക്ഷെ ഈ കോളേജസ് ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല ഇങ്ങനെ ജസ്റ്റ് ബ്ലൈൻഡ് ആയിട്ട്. ഈവൻ ഇതൊരു നമ്മളുടെ മാം ഒരു 1 ഇയർ നമ്മൾ കളഞ്ഞത് കൊണ്ട് ലൈഫിലൊന്നും പറ്റുന്നില്ല. പക്ഷെ നമ്മളൊരു തെറ്റായ ഡെസിഷൻ എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താന്ന് വെച്ചാല് പിന്നെ ലൈഫ് ലോങ്, അതായത് ഒരു 2 വർഷം കഴിയുമ്പോൾ 1 വർഷം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിന്തിക്കുക, ഞാൻ 1 വർഷം കൂടി ചെയ്തിട്ട് കയറിയാൽ മതിയായിരുന്നു, എന്തായിരുന്നു എനിക്ക്. കാരണം നമ്മൾ ത്രൂ ഔട്ട് എന്റെ കരിയറിൽ ഇപ്പൊ 40-ാം വയസ്സിൽ ക്യാപ്റ്റൻ ആവുന്ന ഞാൻ 1 വർഷം ഇവിടെ കളഞ്ഞതുകൊണ്ട് 41 ആവും. അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായ ഭാരിച്ച നഷ്ടമൊന്നുമില്ല. പക്ഷെ ഞാൻ ഇപ്പം കുറെ ആൾക്കാർ വളരെ പാഷനറ്റ് ആയ കുട്ടി IMUCT ഒരിക്കൽ ക്വാളിഫൈ ചെയ്യാൻ പറ്റാതെ കൊണ്ട് ഇമ്മീഡിയറ്റ്ലി ബിടെക്കിന് പോകുന്ന ആൾക്കാരുണ്ട് എനിക്കറിയുന്നു. പക്ഷെ അവരൊരു പോയിന്റ് എത്തുമ്പോൾ അവർ തിരിച്ചറിയും, ഐ ഷുഡ് ഹാവ് ഡൺ ദാറ്റ്. അപ്പം ആ ഒരു റിഗ്രറ്റ് ഇല്ലാണ്ടൊക്കെ ഞാനിപ്പം പറയും, ഇഫ് ഈ സ്റ്റഡി ടു സ്റ്റഡി, ഈ IMUCT ഓൾറെഡി ക്വാളിഫൈഡ് ആയതുകൊണ്ടും അവർക്ക് ഈ ഫെബ്രുവരി ബാച്ചിൽ ട്രൈ ചെയ്യാം. ഈ ഫെബ്രുവരി ബാച്ചിലെ ആംഗ്ലോ ഈസ്റ്റേൺ പോലത്തെ കമ്പനീസിലൊക്കെ മീൻസ് ദേ ക്യാൻ റിയലി ട്രൈ. അപ്പൊ അങ്ങനെ ആ കുട്ടിക്ക് അവന് അത് ട്രൈ ചെയ്ത് ഹി ക്യാൻ ഗെറ്റ് സെലക്ടഡ്. അപ്പം അടുത്ത വർഷം വരെ കാത്തേക്കണ്ട. 2027 ഫെബ്രുവരി ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന രീതിയിൽ അവരിപ്പോ ഓൾറെഡി അതാണ്. ഇതൊക്കെ ഈ റേഡിയൻ സ്റ്റഡീസ് മീൻസ് ഇഫ് ഈസ് ഇൻട്രസ്റ്റഡ് കോച്ചിങ്ങിന് ചേർത്തണോ സാർ? ഞാനപ്പോ മോനെ കോച്ചിങ്ങിന് ചേർത്തട്ടെ?
മാം ഞാൻ പറയുന്നത് ഇത് മാമിന്റെ ചോയ്സ് ആണ്. പക്ഷെങ്കിൽ ഓക്കെ ഇങ്ങനത്തെ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആകുമ്പോൾ അവർക്ക് ഗൈഡ് ചെയ്യാൻ പറ്റും. ഈ കുട്ടികളെ എക്സാംസ് വരുന്നുണ്ട്, എവിടെയൊക്കെയാണ് ഇപ്പൊ ഓക്കെ ഫെബ്രുവരി ബാച്ചിൽ കയറേണ്ട കുട്ടിയാകുമ്പോൾ അവരൊരു ജാനുവരിയിൽ അല്ലെങ്കിൽ ഡിസംബർ ആ ഒരു ടൈമാണ് കമ്പനി ആപ്ലിക്കേഷൻ വിടുക. അപ്പൊ ഇവർ ഇത് കണ്ടിന്യൂസ് ട്രാക്ക് ചെയ്യുന്ന ആളായിരിക്കും. അപ്പൊ അവിടെയുള്ള ഓക്കെ കാൻഡിഡേറ്റ്സിനൊക്കെ പറഞ്ഞു, എടാ ഇവിടെ ഒരു എക്സാമിന്റെ ഇതുണ്ട്, നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്യണം. പിന്നെ അതിന്റെ പ്രോസസ്സിലേക്കായി. അപ്പൊ ഇഫ് ഈ ഓക്കെ നമുക്ക് ഇവ കുറച്ചുകൂടി ഹാർഡ് വർക്ക് ചെയ്ത് ഓൾറെഡി 90% സ്കോർ ഒക്കെ ഉള്ള കുട്ടിയാണ്. അപ്പം ഡെഫിനറ്റ്ലി യു ക്യാൻ ഗെറ്റ് ഇൻ ടു സം ഗുഡ് കോളേജസ്. അപ്പൊ ഇത്രയും ഓക്കെ നല്ലൊരു ഇത് കഴിഞ്ഞിട്ട് വെറുതെ ഈ ഏജൻസ് ത്രൂ ഒന്നും നെവർ ഗോ ഫോർ ഏജൻസ്. ഇവ ഒന്നാമത് ഓക്കെ പൈസ, കാരണം അത് ഭയങ്കര റോങ് ആയിട്ടുള്ള കാരണം. നമുക്ക് ഞാനൊരു അതെ ചെറിയൊരു ഇൻഫോർമേഷൻ പറയാം മാം. എന്ന് വെച്ചാല് ഓക്കെ പണ്ട് ഇപ്പൊ നമ്മള് ഒരു 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 ഓഫീസ് പോലത്തെ ഒരു സ്ഥാപനം ഉണ്ടാവും. അപ്പൊ അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ അവര് അഡ്മിഷൻ ഒക്കെ എടുത്ത് പൈസ ഒക്കെ കൊടുത്തു കഴിഞ്ഞ് പോയി. ഇതൊക്കെ ഓക്കെ മുംബൈയിലാണ്, മുംബൈയിലൊക്കെയാണ് ഇത് കൂടുതൽ നടക്കുന്നത്. ജസ്റ്റ് നമ്മള് ഉവ്വ് നാളെ ഓക്കെ എന്തായി എന്റെ ഓഫർ ലെറ്റർ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ആ സ്ഥാപനത്തിൽ പോകുമ്പോൾ ആ സ്ഥാപനം അവിടുന്ന് മാറിയിട്ട് അവിടെ ഇപ്പൊ പുതിയ ഒരു ഇത് വന്നിട്ടുണ്ടാവും, പുതിയൊരു മീൻസ് ചിലപ്പോൾ ഒരു ചായക്കട വന്നിട്ടുണ്ടാവും. അപ്പൊ നമ്മളൊക്കെ അല്ല, അപ്പൊ ഇന്നലത്തെ സ്ഥാപനം അതൊക്കെ പോയി. ഇതാണ് റിയൽ സിറ്റുവേഷൻ ആണ്. അപ്പം അത്രയും ആൾക്കാരെ പൈസ കളക്ട് ചെയ്തിട്ട് അവര് പോയി. അപ്പൊ ഇതിലെ കൂടി ഏജൻസിന് പൈസ കൊടുക്കാൻ എനിക്കത് ഇപ്പോൾ ഇമേജ് ചെയ്യാൻ പറ്റില്ല. നെവർ അവര് അവര് അറിയാം സർ. വർഷം നമ്മൾ ഒരുപാട് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ബട്ട് നമുക്ക് ഈ കോളേജിലേക്ക് ഇപ്പം ഞങ്ങൾ ഈ പറഞ്ഞ പോലെ മാനറ്റ് ഞങ്ങൾ നോക്കി. അപ്പൊ അവര് പറഞ്ഞു ഇതേ ആ മാനറ്റിന്റെ അഡ്മിഷൻ ഇപ്പൊ സീറ്റ് ഉണ്ട്. തൊളാനി നമ്മ ഫസ്റ്റ് നോക്കി കഴിഞ്ഞ സീറ്റ് ഉണ്ടായിരുന്നു, ദെൻ കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഓ അപ്പൊ ഇങ്ങനെയൊക്കെ ആയിരുന്നു നമുക്ക്. മാനറ്റ് ഓക്കെ. മാനറ്റ് എനിക്ക് തോന്നുന്നു ഫീസ് കുറച്ചുകൂടി കൂടുതലാണെന്ന് തോന്നുന്നു കമ്പാരിറ്റീവ്ലി. ഉവ്വ്. പിന്നെ ഉവ്വ്. ഇപ്പൊ ഇവൻ ഈ സ്പോൺസർഷിപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഈ ആംഗ്ലോ വെസ്റ്റേൺ പോലെ തന്നെ ഒരു കമ്പനിയാണ് സിനർജി. ഇതൊക്കെ ആ ഇത്രയും ഇവൻ ഇത്ര സ്മാർട്ട് കാൻഡിഡേറ്റ്സിനൊക്കെ അങ്ങനത്തെ ഒക്കെ എക്സാംസ് എഴുതി ക്ലിയർ ചെയ്യാനേ ഉള്ളൂ. അവരുടെ മീൻസ് ആംഗ്ലോ വെസ്റ്റേണിന്റെ ഇന്റർവ്യൂ ടഫ് ആണെങ്കിൽ സിനർജിയുടെ എക്സാം ആണ് ടഫ്. അപ്പൊ ഈ എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടി ഡയറക്റ്റ് ആയിട്ട് അപ്പൊ എന്തായാലും പ്ലേസ്ഡ്. പിന്നെ മേഴ്സ്കിന്റെ തന്നെ ഈ എമറ്റിലൊക്കെ മേഴ്സ്ക് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അത് അവര് തന്നെ ഉവ്വ്. ട്രെയിനിങ് ചെയ്തിട്ട് അവരെ തന്നെ ഷിപ്സിലോട്ട് അത് നല്ല ഒരുപാട്. പിന്നെ ഇതൊക്കെ പറയണേ മീൻസ് നമുക്ക് അറിയാതെ കുറച്ച് കാര്യങ്ങളുണ്ട് മാം. ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട്. ഇപ്പം ഈ പാസഞ്ചർ ഷിപ്പ്, ക്രൂസ് ലൈൻസ്, ഇതിലൊക്കെ പോകാനും നമ്മൾ ചെയ്യുന്ന ഈ സെയിം സാധനം തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് കഴിഞ്ഞ് നമുക്ക് അതിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ എങ്കിൽ പീപ്പിൾ ആർ നോട്ട് അവെയർ ലോട്ട് ഓഫ് തിങ്സ്. പിന്നെ ഈ റൗണ്ട് ഇയർ ഇപ്പൊ എല്ലാവർക്കും കുറെ ആൾക്കാർ മിത്ത് എന്ന് വെച്ചാൽ എനിക്ക് 6 മാസമൊക്കെ സാലറി കിട്ടൂ, പിന്നെ എനിക്ക് ശമ്പളം ഇല്ലല്ലോ. 12 മാസം സാലറി വാങ്ങുന്ന കമ്പനി കൊടുക്കുന്ന കമ്പനീസും അതുപോലത്തെ ആൾക്കാരുണ്ട്. അതും വെരി ഹൈ പേജ്. ഈ ഷെവറോൺ എന്നൊക്കെ പറഞ്ഞ ഷിപ്പിംഗ് കമ്പനീസ് ഉണ്ട്, ഷെവറോൺ, ഷെൽ. ഇവരൊക്കെ ഉവ്വ്. എന്താണെന്ന് വെച്ചാൽ എല്ലാ ഇയറിലും ഫിക്സഡ് സാലറീസ്. അതായത് ഒരു തേർഡ് ഓഫീസർ, ഏറ്റവും ഒരു സ്മോൾ റാങ്ക് എടുത്ത തേർഡ് ഓഫീസറിന് 3800 റൗണ്ട് ഇയർ, $3800 എല്ലാ മാസവും വാങ്ങിക്കുന്ന ഓഫീസേഴ്സ് ഉണ്ട്. അതായത് ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. അപ്പം ആളറിയുന്നില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ. അപ്പൊ എന്തായാലും മാം ഒന്ന് ഡിസൈഡ് ചെയ്തിട്ട് എന്താന്ന് വെച്ചാൽ പ്ലാൻ ചെയ്യാൻ നല്ലത്. അവന്റെ ഇൻട്രസ്റ്റും ഇഫ് ഈസ് റെഡി ടു സാർ ഡു എനിക്കൊരു സംതിങ് ലൈക്ക്. ഒരു ക്ലിയർ ഒരു ഇത് തരുമോ? കാരണം ആക്ച്വലി ഞങ്ങൾക്ക് ഞാൻ സ്റ്റോപ്പായി നിൽക്കുകയാണ്, എന്ത് ചെയ്യണം നെക്സ്റ്റ് ഇയർ. അപ്പം 1 ഇയർ കളഞ്ഞാലും ഞങ്ങൾക്ക് ഇപ്പൊ അങ്ങനെ 1 ഇയർ അവനെ കൊണ്ട് ഒരു നല്ലൊരു കോച്ചിങ് സെന്ററിൽ വിട്ട് ഇതിൽ കൂടെ തന്നെ പോയി അവര് ഗൈഡ് ചെയ്യുന്ന രീതിയിൽ പോയിട്ട് ചെയ്യട്ടെ. എനിക്ക് ഒരു ഇത് കിട്ടിയാൽ വളരെ ഉപകാരമായിരിക്കും സാറേ. ആ ഒരു ഇതിൽ നിൽക്കുകയാണ് ഞങ്ങളിപ്പോ. അതില് അല്ല ഞാൻ ജസ്റ്റ് ഒന്ന് ഇടപെട്ടോട്ടെ. എന്റെ പേര് അഷ്കർ, സിജിയുടെ കരിയർ ഗൈഡൻസ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടറാണ്. അതായത് ഓക്കെ സാർ. സാർ അത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. അവസാനത്തെ ആ ഒരു സെലക്ഷൻ എന്നുള്ള പണി അതത് ആൾക്കാർ ചെയ്യണം. അതും സാറ് അതെ. ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും നിങ്ങൾ എന്ത് ഓക്കെ ചെയ്യണമെന്ന് ചോദിക്കരുത്. ഓക്കെ ഓക്കെ ശരിയല്ലേ? ആ ഓക്കെ സാർ. കാരണം കുട്ടിയുടെ താല്പര്യവും കുട്ടിയുടെ കഴിവുമാണ് പ്രധാനപ്പെട്ട ഘടകം. കുട്ടിക്ക് താല്പര്യമുണ്ട്, ഓക്കെ കഴിവും ഒക്കെ ആണെങ്കിൽ നമ്മൾ ഒരു ഓക്കെ എഫേർട്ട് എടുക്കണം. ആ എഫേർട്ട് സെൽഫ് പ്രിപ്പറേഷൻ ഓക്കെ ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോച്ചിങ് സെന്ററിനെ ആവാം. അത് ഓക്കെ ഡിപ്പെൻഡ്സ്. ഓക്കെ. ഓക്കെ സാർ. ഇനി താങ്ക് യു. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ താങ്ക് യു. ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഒരു കാര്യം കൂടെ സർ, ആംഗ്ലോ ഈസ്റ്റേൺ സിനർജി പോലെ വളരെ റിലയബിൾ ആയ കമ്പനികളുടെ പേര് സാർ പറഞ്ഞു. ഒരു 4-5 കമ്പനി അത്തരത്തിൽ മലയാളി സ്റ്റുഡൻസിനൊക്കെ അപ്രോച്ച് ചെയ്ത് സ്പോൺസർഷിപ്പ് കണ്ടെത്താൻ പറ്റിയ ഒരു കമ്പനികളുടെ പേര് അറിയുമെങ്കിൽ പറയോ? ഇപ്പം ഇതേപോലെ സ്പോൺസർഷിപ്പ് കണ്ടെത്താൻ പറ്റുന്ന ഒരു നല്ല കോളേജ് ഇപ്പം പറഞ്ഞ പോലെ ആംഗ്ലോ ഈസ്റ്റേൺ ഉണ്ട്, സിനർജി ഉണ്ട്, മേഴ്സ്ക് ലൈൻസിന്റെ അവരുടേതായ ഒരു സെലക്ഷൻ ആണ് നടക്കുന്നത്. പിന്നെ ഫ്ലീറ്റ് മാനേജ്മെന്റ് ഉണ്ട്, എക്സിക്യൂട്ടീവ് ഉണ്ട്, പിന്നെ ബർഗെ ബൾക്ക്, അങ്ങനെ മീൻസ് ഇവരൊക്കെ
ഇതെന്ന് വെച്ചാൽ ഈ ആംഗ്ലോ ഈസ്റ്റേൺ എന്ന് പറഞ്ഞ കോളേജിന് ഹൈലൈറ്റ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ദേ ഹാവ് ദെയർ ഓൺ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഞങ്ങൾ ഇപ്പൊ പഠിച്ചത് ഇപ്പോ കർജത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു, മഹാരാഷ്ട്ര. അപ്പൊ അവിടെ അവർക്ക് അവരുടേതായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ എന്നെ ഇവർ സെലക്ട് ചെയ്തതിനു ശേഷം എന്നെ പഠിക്കാൻ അയച്ചത് കർജത്തിലാണ്. പക്ഷെ ബാക്കി ഷിപ്പിംഗ് കമ്പനീസ്, ഇപ്പൊ സിനർജി പോലത്തെ ഒരു കമ്പനിക്ക് സ്വന്തമായിട്ടുള്ള കുട്ടികളെ ട്രെയിൻ ചെയ്യാനുള്ള ഒരു സ്ഥാപനമില്ല. അപ്പൊ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ കുട്ടികളുടെ ഓഫീസിൽ വന്ന് സെലക്ട് ഒക്കെ ചെയ്തതിന് ശേഷം പറയും, ഓക്കെ ഞാൻ നിനക്ക് സ്പോൺസർഷിപ്പ് ലെറ്റർ തരാം, നീ പോയിട്ട് എറണാകുളത്തിലെ കോളേജിൽ നിന്ന് പഠിച്ചോ, അല്ലെങ്കിൽ മുംബൈയിലുള്ള ഇവിടുന്ന് പഠിച്ചോ. കാരണം ആ കുട്ടി എവിടുന്ന് പഠിച്ചു കഴിഞ്ഞാൽ അവൻ ഇറങ്ങി കഴിയുമ്പോൾ അവന് ജോലി കിട്ടും. പക്ഷേ ഈ ആംഗ്ലോ ഈസ്റ്റേൺ എന്ന് പറയുന്ന കമ്പനീസ് എന്ന് പറയുമ്പോൾ അവര് നിനക്ക് ഇപ്പൊ ടി എസ് റഹ്മാൻ ഇപ്പൊ ആംഗ്ലോ ഈസ്റ്റേണിൽ 160 കാൻഡിഡേറ്റ്സ് ഫുൾ ആയി കഴിഞ്ഞാൽ കുറച്ച് കാൻഡിഡേറ്റ്സിന് ടി എസ് റഹ്മാൻ എടുക്കുന്നുണ്ട്. ഒരു 5-6 ആംഗ്ലോ ഈസ്റ്റേൺ കാൻഡിഡേറ്റ്സ് ടി എസ് റഹ്മാൻ എന്ന് പഠിക്കുന്നുണ്ട്. അപ്പൊ അവരോട് പറയും, നിങ്ങൾ ടി എസ് റഹ്മാൻ എന്ന് പറഞ്ഞ നവി മുംബൈയിലുള്ള ഇവിടുന്ന് ചെയ്തോ, എന്നിട്ട് വന്നാൽ മതി, കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് പോവാം, അപ്പൊ നിങ്ങൾ പ്ലേസ്ഡ് ആവും. അപ്പം അവര് തിരിച്ചു വരും ആംഗ്ലോ ഈസ്റ്റേൺ കാൻഡിഡേറ്റ് ആവും. അതേപോലെ തന്നെ ഓരോ കമ്പനീസ്, ഇപ്പൊ ഈ ഫ്ലീറ്റ് എന്ന് പറയുന്ന ഇവർക്ക് സ്വന്തമായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇല്ലാന്നാണ്. അപ്പൊ ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ വേറെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിനുമായിട്ട് ടൈപ്പ് ഉണ്ടാവും. അപ്പൊ ഇവരോട് പറയും, ഓക്കെ ഈ കുട്ടീനെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്, അപ്പം ഈ മറ്റേ ഇപ്പം ഒരു രാജ് എന്ന് പറഞ്ഞൊരു കുട്ടീനെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്, ബട്ട് നിങ്ങൾ ഇദ്ദേഹത്തിനെ പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് ആ കുട്ടി പാസ്സായി കഴിഞ്ഞാൽ തിരിച്ചു വന്നോട്ടെ. അപ്പൊ അവൻ അവിടെ പോയി അവന്റെ 1 വർഷത്തെ ട്രെയിനിങ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇവരുടെ ഷിപ്സിൽ സെലക്ട് ചെയ്യും. കാരണം ഇവർക്ക് ദേ ഹാവ് ഷിപ്സ്. പിന്നെ കുറെ വേറെ ഓണർഷിപ്പ്, മേഴ്സ്ക് ഒക്കെ ഒരു ഓണർഷിപ്പ് കമ്പനിയാണ്, അത് ഡയറക്റ്റ് ഓണറാണ്. ഇപ്പൊ ആംഗ്ലോ ഈസ്റ്റേൺ, ഫ്ലീറ്റ്, ഇതൊക്കെ ഒരു മാനേജ്മെന്റ് കമ്പനീസ് ആണ്. അപ്പം എല്ലാത്തിനും അതിന്റെ ഡിഫറൻസസ് ഉണ്ട്. അപ്പം അത് വലിയ വാസ്റ്റ് ടോപ്പിക് ആണ്. അപ്പം ഇതാണ് ബേസിക്കലി ഇങ്ങനത്തെ ആംഗ്ലോ ഈസ്റ്റേൺ, സിനർജി, ഫ്ലീറ്റ്, പിന്നെ മേഴ്സ് ലൈൻസ്, ബർഗെ ബൾക്ക്, എക്സിക്യൂട്ടീവ്, ഇതൊക്കെ നല്ല കമ്പനീസാണ്. പിന്നെ ഇപ്പം പിള്ളേര് 7 Islands എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എല്ലാ കമ്പനീസിന്റെയും കുറെ കാര്യങ്ങൾ ഡിഫറൻസ് ഉണ്ട്. അതാണ് നമ്മൾ കറക്റ്റായി കമ്പനിയെ കുറിച്ച് പഠിക്കണം. അതാണ് കമ്പനിയെ കുറിച്ചുള്ള കറക്റ്റായിട്ടുള്ള ഗൈഡൻസ്, ബെസ്റ്റ്, ഇതൊക്കെ അറിയുന്നു. ഓക്കെ, ഞാൻ എന്റെ നമ്പർ ഞാൻ ഇതില് ചോദിച്ചല്ലേ, ഞാൻ ഷെയർ ചെയ്യാം. ചില സമയം ഞാൻ ബിസി ആയിരിക്കും കേട്ടോ, അതുകൊണ്ട് എപ്പോ ഞാൻ ഫോൺ എടുക്കല് അറിയില്ല. ഹലോ സാർ, ഒരു സംശയമുണ്ട്. തിരുവനന്തപുരം ബേസ്ഡ് ആയിട്ട് വല്ല ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊന്നും ഇല്ലല്ലോ അല്ലേ സാർ? ട്രിവാൻഡ്രത്തിലെ കുട്ടികളെ സർ, ട്രിവാൻഡ്രം അവിടെ എനിക്ക് എന്റെ അറിവിൽ അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എല്ലാ സ്ഥലത്തും ഉണ്ട് സാർ. പക്ഷെ എന്റെ ഒരു അഷ്യൂറൻസിനാണ് ഞാൻ ഈ റേഡിയൻസിനെ പറയുന്നത്. മറ്റേ ബാക്കി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് വെച്ചാൽ ഇപ്പൊ സാറേ ഞാൻ വളരെ ഹോണസ്റ്റ് ആയി പറയുകയാണെങ്കിൽ, ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുമ്പോൾ ഒരു സ്ഥാപനം ഇപ്പൊ ഒരാൾക്ക് ഇപ്പൊ 2-3 ക്യാപ്റ്റൻസ് അവര് ഡിസൈഡ് ചെയ്യുന്ന നാളെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാം. അവർക്ക് വളരെ ഈസിയാണ്. ദേ ഓൾറെഡി ഹാവ് മണി, ദേ ക്യാൻ സ്റ്റാർട്ട് ദി ഇൻസ്റ്റിറ്റ്യൂട്ട്. പക്ഷെങ്കിൽ ഈ കുട്ടികളെ കാര്യം എത്രമാത്രം ടേക്ക് കെയർ ചെയ്യുന്നുണ്ടെന്നില്ലാണ് പ്രശ്നം. ഇപ്പൊ ഞാൻ അതുകൊണ്ട് മീൻസ് നമുക്ക് ഈ ഗൈഡൻസും ഇതൊക്കെ ഓഫ്സെറ്റ് നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി മീൻസ് കണ്ടന്റ്സ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ നോളജ്, ഇംഗ്ലീഷ്, ഈ ഒരു സാധനങ്ങളൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള ആ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു എഫേർട്ടാണ്. അപ്പം അത് ഇത് കൊച്ചിയിലും മീൻസ് ഈ കാലിക്കറ്റിലും ഈ റേഡിയൻസ് ഉണ്ട്. അപ്പൊ ഈ ട്രിവാൻഡ്രത്തിലെ കുട്ടികള് എവിടെയാണ് സാർ എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. കാരണം അവിടെ അതിന്റെ അടുത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് സാറ് നോക്കുന്നത്, അല്ലെങ്കിൽ സാറിന് മീൻസ് എങ്ങനെയാണ് അത്? ഇതാണ് സാർ പ്രശ്നം. എനിക്ക് ബേസിക്കലി ഞാൻ ഇതിനെ കുറിച്ച് അത്ര കൂടുതലല്ല, കാരണം ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. സാർ ഇപ്പൊ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സാറിന് ഇഷ്ടം പോലെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് കാണാൻ പറ്റും. സാറേ ഓക്കെ ഒരു സാർ, ക്വസ്റ്റ്യനും കൂടി ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ ആഡ് ചെയ്തോട്ടെ. കുട്ടികൾ അല്ലെങ്കിൽ രക്ഷിതാക്കള് ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് അറിയുക, ഒരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക, എന്നിട്ട് ഏത് വേണമെന്ന് തിരഞ്ഞെടുക്കുക. സിജിയെ സംബന്ധിച്ചിടത്തോളം കോഴ്സുകളെ കുറിച്ച്, സ്ഥാപനങ്ങളെ കുറിച്ച്, തൊഴിൽ സാധ്യതകളെ കുറിച്ച്, മത്സര പരീക്ഷകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ സ്വയം കണ്ടെത്തി ചെയ്യണം. പ്രത്യേകിച്ചൊരു സ്ഥാപനത്തെ പറയുക എന്നുള്ളത് സിജിയുടെ പോളിസി അല്ല. അതുകൊണ്ട് അത് പ്രത്യേകിച്ച് എന്ത് ചെയ്യത് ചോദിക്കുകയും ചെയ്യരുത് നിങ്ങൾ ആരായാലും. സാറ് പറഞ്ഞതുപോലെ അതിന്റെ റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ 100% ഗ്യാരണ്ടി ഒന്നും പറയാൻ കഴിയില്ല. ഹലോ സാറേ, ഈ IMUCT റിസൾട്ട് വന്നതിന് ശേഷം IMUന്റെ കൗൺസിലിംഗ് മിസ്സായി കഴിഞ്ഞാല് ആ റിസൾട്ട് ക്യാൻസൽ ആവും? കൗൺസിലിംഗ് മിസ്സായി കഴിഞ്ഞാല് റിസൾട്ട് ക്യാൻസൽ ആവില്ല. നിങ്ങൾ മീൻസ് നിനക്ക് ഇപ്പം വേണമെങ്കിൽ ജോയിൻ ചെയ്യാണ്ട് എന്നിട്ട് ഫെബ്രുവരി ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടാവല്ലോ. ബട്ട് സ്റ്റിൽ അത് നീ അവരോട് മീൻസ് ഐ തിങ്ക് യു വിൽ ഹാവ് ടു നോട്ടിഫൈ.
കൗൺസിലിംഗ് മിസ്സായെന്ന് വെച്ചാൽ അറ്റൻഡ് ചെയ്തില്ല. എങ്ങനെ? ഹലോ, ഹലോ, കൗൺസിലിംഗ് മിസ്സായെന്ന് വെച്ചാൽ അറ്റൻഡ് ചെയ്തില്ല. അറ്റൻഡ് ചെയ്തില്ല. മീൻസ് നോട്ടിഫിക്കേഷൻസ് ഒന്നും ഇൻട്രസ്റ്റഡ് ആണെന്നുള്ളത്. അങ്ങനെ അല്ല, ഒരു കൗൺസിലിംഗിന്റെ ഡേറ്റ് കഴിയുന്നതിന്റെ മുമ്പേ കഴിഞ്ഞിട്ടാണ് എനിക്ക് റിസൾട്ട് നോക്കാൻ പറ്റുക. അതിന്റെ മുമ്പ് അതിന്റെ സൈറ്റ് ഫുൾ എറർ ആയിരുന്നു ഞാൻ ചെക്ക് ചെയ്ത ടൈമിലൊക്കെ. പിന്നെ റിസൾട്ട് ഓക്കെ കിട്ടിയതിന് ശേഷം നോക്കിയപ്പോ ഇത് ക്ലോസ് ആയി കഴിഞ്ഞു കൗൺസിലിംഗ് ഡേറ്റ്. ഓക്കെ നാഷിദ്, അത് ഒരു കാര്യം ചെയ്താൽ മതി. ഇപ്പൊ എന്തായാലും അഡ്മിഷൻ പ്രോസസ്സ് എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ത്യൻ മെരിടൈം യൂണിവേഴ്സിറ്റിന്റെ നമ്പർ ഓൺലൈനിൽ കണ്ടുപിടിക്കാൻ പറ്റും. അവർക്കൊരു അവർക്കൊരു മെയിൽ മെയിൽ അയച്ചു അയച്ചു വെച്ചോ. പറഞ്ഞിട്ട് ഒരു മെയിൽ അയച്ചിരുന്നു. അപ്പൊ അവര് പറഞ്ഞത് യെസ് യെസ് സ്പോട്ട് കൗൺസിലിംഗ് ഉണ്ടാവും, അപ്പൊ ഇടക്കിടക്ക് സൈറ്റ് ചെക്ക് ചെയ്യാനോ ഓക്കെ. പറഞ്ഞത്. അപ്പം അങ്ങനെ മീൻസ് IMU അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ജസ്റ്റ് നമുക്ക് സൈറ്റ് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. കാരണം ഇതൊക്കെ എപ്പോഴാണ് അപ്ഡേറ്റ് ചെയ്യാന്ന് നമുക്ക് നോട്ടിഫിക്കേഷൻ വളരെ കുറവാണ് വരിക. അല്ല പിന്നെ അതിന്റെ ഇതിപ്പം നമ്മൾ കണ്ടിന്യൂസ് ചെക്ക് ചെയ്താൽ മാത്രമേ പറ്റൂ. അത് മിസ്സായി വെച്ചിട്ട് വേറെ റിസൾട്ട് ഇങ്ങനെ സ്പോൺസർഷിപ്പിൽ കയറുമ്പോ അതിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇല്ല ഇല്ല ഇല്ല. ഇപ്പം നാഷിദിന് ഏതെങ്കിലും കമ്പനീന്റെ സ്പോൺസർഷിപ്പ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നാഷിദ് വിൽ ഗെറ്റ് സെലക്ടഡ്. അത് IMUCT റാങ്ക് ബേസിസ്. അപ്പൊ നീ അതിന് എലിജിബിൾ ആണ്. അപ്പൊ IMUCT ജനറലി കൗൺസിലിംഗ് എന്തിനാണ്? IMUന്റെ അണ്ടറിലുള്ള കോളേജസിൽ ജോയിൻ ചെയ്യാനാണ്. അത് ലൈക്ക് നോർമലി എവിടെയാണ്? ഈ കൊച്ചിയിലുണ്ട് IMU, ചെന്നൈയിലുണ്ട് IMU. അവരുടെ ക്യാമ്പസിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് IMU. സ്പോൺസർഷിപ്പ് ഇല്ലാതെ ഇപ്പൊ നമ്മൾ ഈ ക്യാമ്പസിൽ കയറുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ജോലി കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അതിലൊരു ഇപ്പം നേരത്തെ അഷ്ക സാറ് പറഞ്ഞല്ലേ, ഒന്നിനും ഒരു ഉറപ്പ് പറയാൻ പറ്റില്ല എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത്. അത് യു മേ ഗെറ്റ് ഇൻ ടു ദ ബെസ്റ്റ് കോളേജ്, ബട്ട് ഇറ്റ്സ് നോട്ട് ഷുവർ ദാറ്റ് നിനക്കത് കിട്ടണം. ഓക്കെ സാർ, താങ്ക് യു. താങ്ക് യു. ഇനി പ്രത്യേകിച്ചൊന്നുമില്ലെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ തോന്നുന്നുണ്ട് അല്ലേ? ഓക്കെ സർ. ഓക്കെ. ബഹുമാനപ്പെട്ട അഭിഷേക് സാർ, പ്രിയമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, സിജിയുടെ റിസോഴ്സ് പേഴ്സൺസ്, സിജി സെന്റർ ഫോർ ഇൻഫർമേഷൻ ഗൈഡൻസ് ഇന്ത്യ കഴിഞ്ഞ 30 വർഷമായി വിദ്യാഭ്യാസ തൊഴിൽ മേഖലകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു NGO ആണ്, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ. ലൈക്ക് ദാറ്റ് ഇറ്റ് ഈസ് എ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ലാഭേച്ഛ കൂടാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് സിജി. അതിന്റെ പ്രവർത്തനങ്ങൾ 7 ഡിപ്പാർട്ട്മെന്റുകളായിട്ടാണ് നടത്തുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് കരിയർ ഗൈഡൻസ് ഡിപ്പാർട്ട്മെന്റ്. കരിയർ ഗൈഡൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ 4 പ്രൊജക്ടുകൾ ഉണ്ട്. അതിൽ 2 പ്രൊജക്ട് ജസ്റ്റ് ഒന്ന് പാർട്ടിസിപ്പന്റിന് വേണ്ടി പരിചയപ്പെടുത്തുകയാണ്. ഒന്നാമത്തെ പ്രൊജക്ടിന്റെ പേര് കരിയർ മിഷൻ എന്നുള്ളതാണ്. നോ സ്റ്റുഡന്റ് ലെഫ്റ്റ് അൺഗൈഡഡ്. ഒരു കുട്ടി പോലും ഗൈഡൻസ് കിട്ടാതെ പോവാൻ പാടില്ല എന്നുള്ളതാണ് ഈ കരിയർ മിഷന്റെ മുദ്രാവാക്യം. ഈ ഒരു ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് സിജി കരിയർ ഗൈഡൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ കരിയർ മിഷന്റെ പ്രൊജക്റ്റിൽ ഒരുപാട് ആക്ടിവിറ്റീസ് നടത്തുന്നുണ്ട്. അതിലെ ഒരു ആക്ടിവിറ്റിയാണ് എല്ലാ ഞായറാഴ്ചകളിലും 9 മണിക്ക് നടക്കുന്ന സൺഡേ കരിയർ ഓൺലൈൻ ആസ് ഫ്രം ഹോം പ്രോഗ്രാം. ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു കരിയർ ഗൈഡ് ഒരുപാട് കോഴ്സുകളെ കുറിച്ച്, സ്ഥാപനങ്ങളെ കുറിച്ച് പറയുക എന്നതിനപ്പുറം അതത് ഫീൽഡിൽ ഉള്ള ആൾക്കാരുടെ ഒരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. ആ അർത്ഥത്തിലാണ് ഇന്നത്തെ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് മാരിടൈമുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ, സ്ഥാപനങ്ങൾ, തൊഴിൽ സാധ്യതകളൊക്കെ നമ്മൾ പരിചയപ്പെട്ടത്. ഒരു പ്രൊജക്ട് കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. അത് CDAT എന്നുള്ളതാണ്, സിജി ഡിഫറൻഷ്യൽ ആപ്റ്റ്യൂഡ് ടെസ്റ്റ്, അഭിരുചി നിർണയ പരീക്ഷ. നമുക്കറിയാം, താല്പര്യം മാത്രം നോക്കിപ്പോയി കുട്ടികൾ പ്രയാസപ്പെടുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. താല്പര്യം നോക്കണം, സംശയമൊന്നുമില്ല. പക്ഷെ താല്പര്യത്തോടൊപ്പം തന്നെ ആ മേഖലയിലേക്ക് പോകാനുള്ള കഴിവുണ്ടോ അല്ലേ എന്നും കൂടെ നമ്മൾ നോക്കണം. അത് നോക്കാൻ വേണ്ടിയിട്ട് ഓൾ ഓവർ ദി വേൾഡ് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സൈക്കോമെട്രിക് ടൂളാണ് DAT, ഡിഫറൻഷ്യൽ ആപ്റ്റ്യൂഡ് ടെസ്റ്റ്. അത് നടത്താനുള്ള സംവിധാനവും സിജിയിലുണ്ട്, CDAT എന്ന് പറയും. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് cigi.org കാണാൻ പറ്റും, CIGI.org. ദെൻ ഇത് ഇന്ന് 98ാമത്തെ ആഴ്ചയിലാണ് നാം ഉള്ളത്. അടുത്ത ഞായറാഴ്ചയും പ്രോഗ്രാം ഉണ്ടാവും. ഇതിൽ വരുന്ന കുട്ടികളുടെ സംശയങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് തോന്നും 1 മണിക്കൂറുള്ള പരിപാടി 1.5 മണിക്കൂർ 2 മണിക്കൂർ നീട്ടിയാലും മതിയാവില്ല എന്ന്. പക്ഷെ എല്ലാം ഒരു ദിവസം കൊണ്ട് തീർക്കുക എന്നുള്ളത് പ്രായോഗികമല്ല. ഇത്തരം കുട്ടികൾക്ക്, രക്ഷിതാക്കൾക്കൊക്കെ അടുത്ത പരിപാടികളിലൊക്കെ പങ്കെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇന്ന് പങ്കെടുത്ത കുട്ടികളുടെ രക്ഷിതാക്കളൊക്കെ ഇത്തരമൊരു സംവിധാനത്തെ കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. അതത് വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ചോദിക്കാം. അല്ലാത്ത രീതിയിൽ പൊതുവായിട്ട് ആഫ്റ്റർ 10th or +2 then വാട്ട് നെക്സ്റ്റ് എന്നൊക്കെ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ചോദിക്കാനുള്ള ഒരു സ്ഥിരം സംവിധാനമാണ് സൺഡേ കരിയർ ഓൺലൈൻ ആസ് ഫ്രം ഹോം. ഞാൻ പരിപാടി കൺക്ലൂഡ് ചെയ്യാണ്. ഇന്നത്തെ ഈ ഒരു സെഷൻ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ച, വളരെ തിരക്ക് പിടിച്ച ഒരാൾ നമ്മുടെ ഈ ഒരു ഞായറാഴ്ച ഒഴിവ് ദിവസം രാവിലെ 1.5 മണിക്കൂർ നമുക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. സിജിയുടെ ആഭിമുഖ്യത്തിലുള്ള ഈ ഒരു പ്രോഗ്രാമിന്റെ നന്ദിയും കടപ്പാടും
അബീഷ് സഗാറിനെ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതിൽ കോൺട്രിബ്യൂഷൻസ് നടത്തിക്കൊണ്ട് CG റിസോഴ്സ് പേഴ്സൺസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുണ്ട്, രക്ഷിതാക്കളുണ്ട്. എല്ലാവർക്കും CGയുടെ പേരിലുള്ള നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു സെഷൻ അവസാനിപ്പിച്ചായിട്ട് അറിയിക്കുകയാണ്. അടുത്ത ഞായറാഴ്ച ഇതേ സമയം കാണാമെന്ന പ്രതീക്ഷയോടെ. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു. വെൽക്കം.